ഇപ്രാവശ്യം നമുക്ക് ഈ 3 ദിവസങ്ങളിലായിട്ട് ദൈവവചനം പഠിക്കേണ്ടതിന് വേണ്ടി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നതായ ഒരു സബ്ജക്റ്റ്. ഈ സബ്ജക്റ്റ് പറയാനുള്ള കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഒരു അടിസ്ഥാനപരമായ കാര്യമാണ് നമ്മളിവിടെ പഠിക്കുന്നത്. 2, ഇത് നമ്മൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യണം. അടിസ്ഥാനപരമായ പല കാര്യങ്ങളും ഇന്ന് നമ്മൾ ശരിയായ നിലയിൽ പഠിക്കുന്നില്ല എന്നുള്ളത് നമ്മുടെ ഒരു വലിയൊരു പരാജയമാണ്. വളരെ ബേസിക്കായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതായ ചില കാര്യങ്ങൾ നമ്മൾ ഇഗ്നോർ ചെയ്യുന്നില്ല, പക്ഷേ നമ്മൾ പലപ്പോഴും അതിനെ സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. അതുകൊണ്ട് ഈ 3 ദിവസത്തെ നമ്മുടെ ബൈബിൾ സ്റ്റഡിയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഗോൽഗൊഥായിൽ നമ്മൾ കാണുന്ന 3 കുരിശുകൾ, ക്രൂശ്. ഈ 3 ക്രൂശിലും എന്ത് സംഭവിക്കുന്നു? ഒന്ന്, നമ്മൾ കാണുന്നു, നടുക്ക് കാണുന്നത് നമ്മൾ കർത്താവിൻ്റെ ക്രൂശ്. അതിൻ്റെ ഒരു വശത്ത് ഒരു കള്ളനും മറുവശത്ത് മറ്റൊരു കള്ളനും. അപ്പോൾ 2 കള്ളന്മാരുടെ മധ്യത്തിൽ ക്രൂശിക്കപ്പെട്ടവനായ യേശു. അപ്പോൾ 2 കള്ളന്മാരുടെ ക്രൂശ്, നടുക്ക് യേശുവിൻ്റെ ക്രൂശ്. 3 പേരും അവിടെ മരിക്കുന്നുണ്ട്. 3 പേരും മരിക്കുന്നുണ്ട്. ഈ 3 മരണത്തിൻ്റെയും ഡിഫറൻസ് എന്താണ്? വാസ്തവത്തിൽ ഈ 3 മരണത്തിൻ്റെ വ്യത്യാസം പഠിച്ചാൽ ദൈവത്തിൻ്റെ വചനം, നമ്മളതിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ മുഴുവൻ ഇതിനകത്തൊന്ന് മനസ്സിലാക്കാൻ കഴിയും. അടിസ്ഥാന തത്വങ്ങൾ, അതിൻ്റെ മുകളിൽ നമ്മൾ പണിയണം. അടിസ്ഥാനമില്ലാതെ മുകളിലോട്ട് പണിയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ദൈവസഭയുടെ വിശ്വാസത്തിൻ്റെ, ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം പഠിക്കാനാണ് നമ്മൾ ഈ കാര്യങ്ങൾ പഠിക്കുകയും പഠിപ്പിക്കുകയും വേണം. കാര്യം അടിസ്ഥാനം ഇല്ലാതെ പണിത് കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഈ അടിസ്ഥാനത്തിൻ്റെ പണി ശരിയായില്ലെങ്കിൽ, അടിസ്ഥാനത്തിലെ കല്ലുകൾ ഇളകിക്കിടന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്ത് സംഭവിക്കും? നാച്ചുറലി മുകളിലോട്ട് പണിയുന്നതെല്ലാം തകർന്നു പോകും. പഴയ കാലങ്ങളിലൊക്കെ ഈ അടിസ്ഥാന വിശ്വാസങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പഠിപ്പിച്ചിരുന്നു. എൻ്റെ ചെറിയ പ്രായത്തിലൊക്കെ ബൈബിൾ ക്ലാസ്സിൽ തന്നെ പലരും പറയും, അല്ലെങ്കിൽ അടിസ്ഥാന വേദോപദേശങ്ങൾ, ഇതൊക്കെയാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ അടിസ്ഥാന വേദോപദേശമൊന്നും ആരും പഠിപ്പിക്കുന്നില്ല. അതിനെക്കുറിച്ച് ആരും സംസാരിക്കുന്നില്ല. സംസാരിക്കാൻ ആളുമില്ലാതായി വന്നിരിക്കുക. ഇപ്പം എല്ലാം വന്ന് ഇപ്പോൾ വിടുതൽ എന്നും പറഞ്ഞുകൊണ്ട് കുറച്ച് ബഹളം ഉണ്ടാക്കിയിട്ട് പോകുന്നതല്ലാതെ ബേസിക് ഡോക്ട്രിൻസ് നമ്മൾ പഠിക്കുന്നില്ല. അതുകൊണ്ട് നമ്മുടെ സഭ അടിസ്ഥാന ഉപദേശങ്ങളിൽ നിന്നുകൊണ്ട് വേണം മുകളിലോട്ട് പണിയാൻ. ആ അടിസ്ഥാന ഉപദേശങ്ങൾ പഠിപ്പിക്കാനായിട്ട് ദൈവാത്മാവ് എനിക്ക് ബോധ്യപ്പെടുത്തിയ ഒരു കാര്യമാണ് ഈ 3 ക്രൂശിൻ്റെ പ്രത്യേകതകൾ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആ വേദഭാഗങ്ങൾ പെട്ടെന്നൊന്ന് വായിക്കാം. മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 27-ാം അധ്യായത്തിൻ്റെ 33 മുതലുള്ള വാക്യങ്ങളിലാണ് നമ്മൾ ആദ്യം ഈ വേദഭാഗം കാണുന്നത്. 33-ാമത്തെ വാക്യത്തിൽ, മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 33 മുതലുള്ള വാക്യങ്ങൾ. തലയോടിടം എന്നർത്ഥമുള്ള ഗൊൽഗോഥ എന്ന സ്ഥലത്തെത്തിയപ്പോൾ അവന് കയ്പ് കലങ്ങിയ വീഞ്ഞ് കുടിപ്പാൻ കൊടുത്തു. അത് രുചിച്ച് നോക്കിയാൽ അവന് കുടിപ്പാൻ മനസ്സായില്ല. അവനെ ക്രൂശിൽ തറച്ച ശേഷം അവർ ചീട്ടിട്ട് അവൻ്റെ വസ്ത്രം പകുത്തെടുത്തു. അവിടെ ഇരുന്നു കൊണ്ട് അവനെ കാത്തു. യഹൂദന്മാരുടെ രാജാവായ യേശു എന്ന് അവൻ്റെ കുറ്റസംഗതി എഴുതി അവൻ്റെ തലയ്ക്ക് മീതെ വെച്ചു. വലത്തും ഇടത്തുമായി 2 കള്ളന്മാരെയും അവനോടുകൂടെ ക്രൂശിച്ചു. അപ്പോൾ യേശുവിനെ ക്രൂശിച്ചു, ഇടത്തും വലത്തുമായിട്ട് 2 കള്ളന്മാരെയും ക്രൂശിച്ചു. ഗൊൽഗോഥായിൽ നമ്മൾ 3 കുരിശുകൾ കാണുന്നു. ഒന്ന് യേശുവിൻ്റെ ക്രൂശ്, 2 ഇടത്തും വലത്തുമുള്ള ബാക്കിയുള്ള 2 ക്രൂശുകളിൽ അവിടെ ക്രൂശിച്ചിരിക്കുന്നത് അതിക്രമക്കാരാണ്, കള്ളന്മാരാണ്. അല്ലെങ്കിൽ കള്ളന്മാരെന്ന് പറഞ്ഞാൽ മോഷ്ടാക്കൾ എന്നുള്ള അർത്ഥം മാത്രമല്ല അവിടെ ഉള്ളത്, അതിക്രമക്കാർ എന്നുള്ള ഒരർത്ഥമാണ്. മോഷണത്തിന് വേണ്ടി പിടിച്ചതല്ല. സാധാരണ രീതിയിൽ മോഷണത്തിൻ്റെ മാത്രം പേരിലൊന്നും ക്രൂശീകരണമൊന്നും നടക്കത്തില്ല. നോർമൽ വേയിൽ ഒരു രാഷ്ട്രീയ കുറ്റത്തിനാണ് ശരിക്കും ക്രൂസിഫിക്ഷൻ നടക്കുന്നത്. അതല്ലെങ്കിൽ അതുപോലെയുള്ള ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് നമുക്കാണെങ്കിലും മോഷ്ടിച്ചു എന്നൊന്നും പറഞ്ഞ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്ത് സംഭവിക്കുന്നില്ല? ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കിട്ടുന്നില്ലല്ലോ.
അല്ലേ? മോഷണം കൊണ്ട് മാത്രം. അപ്പോൾ ഇത് അതിക്രമക്കാർ എന്നുള്ള അർത്ഥത്തിലാണ്. ഇറ്റ്സ് ഓഫ് കോഴ്സ് അവർ ചിലപ്പോൾ കള്ളത്തരവും കാണിച്ച് കാണും. ദേ വർ റോബേഴ്സ്, ബട്ട് അറ്റ് ദ സെയിം ടൈം അതിന് അപ്പുറത്തായിട്ട് ഇവരെ അതിക്രമക്കാരാണ്. കടന്നു പോകുന്നവർ തലതുലുക്കി അവനെ ദുഷിച്ചു. മന്ദിരം പൊളിച്ച് 3 നാൾ കൊണ്ട് പണിയുന്നവനെ നിന്നെ തന്നെ രക്ഷിക്കുക, ദൈവപുത്രനെങ്കിൽ ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും മൂപ്പന്മാരും പരിഹസിച്ചു. ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു, തന്നെത്താൻ രക്ഷിപ്പാൻ കഴിയുകയില്ല. ഇവൻ ഇസ്രായേലിൻ്റെ രാജാവാകുന്നു എങ്കിൽ ഇപ്പോൾ ക്രൂശിൽ നിന്ന് ഇറങ്ങി വരട്ടെ, എന്നാൽ ഞങ്ങൾ അവനിൽ വിശ്വസിക്കും. അവൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, അവന് ഇവനിൽ പ്രസാദമുണ്ടെങ്കിൽ ഇപ്പോൾ വിടുവിക്കട്ടെ, ഞാൻ ദൈവപുത്രൻ എന്ന് അവൻ പറഞ്ഞുവല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ അവനോടുകൂടെ ക്രൂശിച്ചിരുന്ന കള്ളന്മാരും അവനെ നിന്ദിച്ചു. പിന്നെയുള്ള സംഭവങ്ങൾ നമുക്കറിയാം, വേദവാക്യങ്ങൾ നമുക്കറിയാം. 6 മണി മുതൽ 7 നേരം മുതൽ 9 മണി നേരം വരെ ദേശത്തെല്ലായിടത്തും ഇരുട്ടുണ്ടായി. ഏകദേശം 9 മണി നേരത്ത് യേശു ഏലി ഏലി ലമ്മ ശബക്താനി എന്ന് ഉറക്ക നിലവിളിച്ചു. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് അർത്ഥം. എന്നിട്ട് കർത്താവ് അവിടെ ഒടുവിൽ നമ്മൾ കാണുന്നത് 50-ാമത്തെ വാക്യത്തിൽ യേശു പിന്നെയും ഉറക്ക നിലവിളിച്ച് പ്രാണനെ വിട്ടു. ഓക്കെ, ഞാൻ വാക്യങ്ങൾ മൊത്തമായിട്ട് പറയുന്നില്ല. അടുത്ത വാക്യങ്ങളോട് നമുക്കൊന്ന് വായിക്കാം. ഇവിടെ ബാക്കിയുള്ള കള്ളന്മാരെ കുറിച്ച് പറയുമ്പോൾ പറയുന്നൊരു കാര്യം, അവരും ഇവരോട് ചേർന്ന് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ദൈവത്തെ അല്ലെങ്കിൽ യേശുവിനെ നിന്ദിക്കുന്നുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 15-ാമത്തെ അധ്യായത്തിലും ഏകദേശം ഇതിന് തുല്യമായ കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ 22 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, തലയോടിടം എന്നർത്ഥമുള്ള ഗോൽഗൊത്ത എന്ന സ്ഥലത്തേക്ക് അവനെ കൊണ്ടുപോയി കണ്ടിവെണ്ണ കലർത്തിയ വീഞ്ഞവന് കൊടുത്തു. അവനോ വാങ്ങിയില്ല. അവനെ ക്രൂശിച്ച ശേഷം അവൻ്റെ വസ്ത്രം ഇന്നവന് കിട്ടണം എന്ന് ചീട്ടിട്ട് പകുതി ചെയ്തു. 3 മണി നേരം ആയപ്പോൾ അവനെ ക്രൂശിച്ചു. യഹൂദന്മാരുടെ രാജാവ് എന്നിങ്ങനെ അവൻ്റെ കുറ്റം മീതെ എഴുതിയിരുന്നു. അവർ 2 കള്ളന്മാരെ ഒരുത്തനെ വലത്തും ഒരുത്തനെ ഇടത്തുമായി അവനോടുകൂടെ ക്രൂശിച്ചു. അധർമ്മികളുടെ കൂട്ടത്തിൽ അവനെ എണ്ണി എന്നുള്ള തിരുവെഴുത്ത് നിവൃത്തിയായി. അധർമ്മികളുടെ കൂട്ടത്തിൽ റെക്കൻഡ് വിത്ത് ട്രാൻസ്ഗ്രസേഴ്സ്, അതിക്രമക്കാരുടെ കൂട്ടത്തിൽ അവനെ എണ്ണി എന്നുള്ള തിരുവെഴുത്ത് നിവൃത്തിയായി. പിന്നീട് പറയുന്ന കാര്യങ്ങൾ ബാക്കിയുള്ള ഭാഗത്ത് നമ്മൾ കണ്ടതുപോലെ തന്നെയാണ്. അവനോട് കൂടെ ക്രൂശിക്കുന്നു. എന്നാൽ ഏറ്റവും ഒടുവിൽ യേശു ഏലി ഏലി ലമ്മ ശബക്താനി എന്ന് ഉറക്കെ നിലവിളിച്ചു. 37-ാമത്തെ വാക്യത്തിൽ യേശു ഉറക്കെ നിലവിളിച്ച് പ്രാണനെ വിട്ടു. ലൂക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ 4 സുവിശേഷങ്ങളിലും ഇത് കാണുന്നുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 23-ാം അധ്യായത്തിൽ ഇതേപോലെ തന്നെ 33 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, തലയോടിടം എന്ന സ്ഥലത്ത് എത്തിയപ്പോൾ അവർ അവിടെ അവനെയും ദുഷ്പ്രവൃത്തിക്കാരെയും ഒരുത്തനെ വലത്തും ഒരുത്തനെ ഇടത്തുമായി ക്രൂശിച്ചു. എന്നാൽ യേശു പിതാവ് ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. അനന്തരം അവൻ്റെ വസ്ത്രം വിഭാഗിച്ച് ചീട്ടിട്ടു. ജനം നോക്കിക്കൊണ്ട് നിന്നു. ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചുവല്ലോ, ദൈവം തെരഞ്ഞെടുത്ത ക്രിസ്തുവെങ്കിൽ തന്നെത്താൻ രക്ഷിക്കട്ടെ എന്ന് പ്രധാനികളും പരിഹസിച്ചു പറഞ്ഞു. പടയാളികളും അവനെ പരിഹസിച്ചു. അടുത്തു വന്ന് അവന് പുളിച്ച വീഞ്ഞ് കാണിച്ചു. നീ യഹൂദന്മാരുടെ രാജാവെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്കുക എന്ന് പറഞ്ഞു. ഇവൻ യഹൂദന്മാരുടെ രാജാവ് എന്നൊരു മേലെഴുത്തും അവൻ്റെ മീതെ ഉണ്ടായിരുന്നു. തൂക്കിയ ദുഷ്പ്രവൃത്തിക്കാരിൽ ഒരുത്തൻ, നോക്ക്, ഈ ലൂക്കോസ് മാത്രമാണ് ഈ ഡിഫറൻസ് നമുക്ക് കാണിച്ചു തരുന്നത്. മറ്റേടത്ത് പറയുന്നത് അവരും എന്ത് ചെയ്തു? അവനെ നിന്ദിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ ലൂക്കോസ് കുറേ കൂടെ കൃത്യതയോടുകൂടെ ഒന്നുകൂടെ ഒരു നമ്മൾ പറയുമ്പോഴത്തേക്ക് ഒരു ഫോക്കസ്ഡ് വ്യൂ, അല്ലെങ്കിൽ കുറച്ചുകൂടെ നമ്മൾ ഫോണിലൊക്കെ ആണെങ്കിലും ചിലപ്പം നമ്മൾ സ്വൈപ്പ് നമ്മളിപ്പം കുറച്ചുകൂടെ എൻലാർജ്ഡ് വ്യൂ കാണാനായിട്ട് നമ്മൾ ചിലപ്പം ഫിംഗേഴ്സ് ഉപയോഗിച്ച് നമ്മൾ കാണിക്കുമല്ലോ എന്ന് പറഞ്ഞതുപോലെ കുറേ കൂടെ മറ്റവരെ സംബന്ധിച്ചിടത്തോളം അവർ എഴുതിയപ്പോൾ ആ ഫോക്കസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോവുകയാണ്. എന്നാൽ അതിനകത്തെ ഡീറ്റെയിൽസിലേക്ക് അവർ പോയില്ല. പക്ഷേ ലൂക്കോസ് ഡീറ്റെയിൽസിലേക്ക് പോവുകയാണ്. ഒരു പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഇവർ രണ്ടുപേരും ആദ്യം യേശുവിനെ നിന്ദിച്ച് കാണണം. അതിന് സംശയമൊന്നുമില്ല. ആരാണെങ്കിലും അതൊക്കെ ചെയ്യത്തുള്ളൂ. കാര്യം ഒന്നാമത് ചാകാൻ പോകുന്ന ഈ കള്ളന്മാർ എല്ലാവരെയും ശപിച്ചും എല്ലാവരെയും പഴിച്ചും നിൽക്കുന്നതായ കൂട്ടത്തിൽ അവർക്ക് ആരോടും സഹതാപമോ മറ്റുള്ള കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ യേശുവിനോട് അവർക്കൊരു സഹതാപമോ മറ്റുള്ള കാര്യങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യതയൊന്നുമില്ല. സോ നാച്ചുറലി അവരും എന്ത് ചെയ്തിട്ടുണ്ട്? യേശുവിനെ നിന്ദിച്ചിട്ടുണ്ട്. അല്ലാതെ ഈ സുവിശേഷങ്ങൾ തമ്മിലുള്ള ഡിഫറൻസ് അല്ല. ലൂക്കോസ് എന്ത് ചെയ്യുന്നു?
ലൂക്കോസ് കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യുന്നു അല്ലേ, കുറേ കൂടെ എൻലാർജ്ഡ് വ്യൂ കാണുന്നു. നമ്മൾ ക്യാമറയിലൊക്കെ ആണെങ്കിലും ചിലപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യുമല്ലോ, അതുപോലെ ഫോക്കസ് ചെയ്തപ്പോൾ ലൂക്കോസിൻ്റെ കാഴ്ചയിൽ ലൂക്കോസ് കാണുന്നത് എന്താണ്? ഈ പടയാളികൾ, രണ്ട് പടയാളികളല്ല, അവനോട് കൂടെ ക്രൂശിക്കപ്പെട്ടവരായ ഈ കള്ളന്മാരിൽ രണ്ടുപേരും ഒരുപക്ഷെ അവനെ നിന്ദിച്ച് കാണും. പക്ഷേ അതിനകത്തൊരു ചെറിയ ഡിഫറൻസ് അവർ കാണുന്നുണ്ട്. അതിനകത്ത് തൂക്കിയ ദുഷ്പ്രവൃത്തിക്കാരിൽ ഒരുത്തൻ, നീ ക്രിസ്തു അല്ലയോ, നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്ക എന്ന് പറഞ്ഞവനെ ദുഷിച്ചു. മറ്റവനോ അവനെ ശാസിച്ചു, സമശിക്ഷാവിധിയിൽ തന്നെ ആയിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? നാമോ ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കുന്നു, നാം പ്രവർത്തിച്ചതിന് യോഗ്യമായതല്ലോ കിട്ടുന്നത്. ഇവനോ അരുതാത്തത് ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ അവൻ, യേശുവേ, നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തു കൊള്ളണമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കും എന്ന് സത്യമായിട്ട് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. ഏകദേശം 6 മണി നേരമായപ്പോൾ സൂര്യൻ ഇരുണ്ടുപോയി. 9 മണി നേരം വരെ ദേശത്ത് ഒക്കെയും അന്ധകാരമുണ്ടായി. പിന്നെ കാണുന്ന കാര്യങ്ങൾ സെയിമാണ്, പക്ഷേ ഇതിനകത്ത് ഈ ഡിഫറൻസ് നമ്മൾ കൃത്യമായിട്ട് കാണുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷത്തിലും നമ്മളിത് കാണുന്നുണ്ട്. അതിൻ്റെ 19-ാമത്തെ അധ്യായത്തിലാണ് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിൻ്റെ വിശദീകരണം. അതിൻ്റെ 17-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ അവിടെയും അവർ യേശുവിനെ കയ്യേറ്റു. അവൻ താൻ തന്നെ ക്രൂശിനെ ചുമന്നുകൊണ്ട് എബ്രായ ഭാഷയിൽ ഗോൽഗോഥ എന്നു പേരുള്ള തലയോടിടം എന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി. അവിടെ അവർ അവനെയും അവനോടുകൂടെ വേറെ 2 ആളുകളെയും, ഒരുത്തനെ അപ്പുറത്തും ഒരുത്തനെ ഇപ്പുറത്തും യേശുവിനെ നടുവിലുമായി ക്രൂശിച്ചു. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എഴുതിയിരിക്കുന്നത് ഏകദേശം ഒരുപോലെയുള്ള കാര്യങ്ങളാണ്. പിന്നെ എഴുതിയിരിക്കുന്ന കുറച്ചുകൂടെ ഡീറ്റെയിൽസ് അവിടെ പറയുന്നത്, നസറായനായ യേശു യഹൂദന്മാരുടെ രാജാവ് എന്ന്, മറ്റുള്ളത് അവൻ്റെ കുറ്റസംഗതി എന്ന് പറയുമ്പോൾ എന്താണ് എക്സാക്ട്ലി എഴുതിയിരിക്കുന്നത് എന്നുള്ളത് യോഹന്നാൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത് എബ്രായ, റോമ, യവന ഭാഷകളിൽ എഴുതിയിരുന്നു എന്ന് നമ്മൾ കാണുന്നു. അപ്പോൾ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ 3 ക്രൂശിലെ ആളുകളുടെ സ്വഭാവത്തെക്കുറിച്ച് കാണുന്നത്. അല്ലെങ്കിൽ 2 കള്ളന്മാരെ ഒരുമിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് ഒരു കള്ളൻ്റെ സ്വഭാവവും മറ്റേ കള്ളൻ്റെ സ്വഭാവവും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ കാണുന്നത് ശരിക്കും ലൂക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ 23-ാമത്തെ അധ്യായത്തിലാണ്. നമ്മൾ മുമ്പേ വായിച്ചതുപോലെ അതിൻ്റെ 33-ലുള്ള വാക്യങ്ങളിൽ നമ്മൾ താഴോട്ട് കാണുമ്പോൾ 39 തൂക്കിയ ദുഷ്പ്രവർത്തിക്കാരിൽ ഒരുത്തൻ, നീ ക്രിസ്തു അല്ലയോ, നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്കുക എന്ന് പറഞ്ഞ് അവനെ ദുഷിച്ചു. ഇത് അവൻ പറയുന്നതല്ല, അവൻ കേട്ട് പറയുന്നതാണ്. കാര്യം വന്നവരെല്ലാം പറഞ്ഞത് ഇതാ, മഹാപുരോഹിതനും ശാസ്ത്രിമാരും വന്നവരും എല്ലാവരും വന്ന് പറഞ്ഞത് എന്താണ്? നീ ദൈവത്തിനെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്കുക. അപ്പോൾ ഇതിവൻ എന്ത് ചെയ്യുന്നു? എക്കോ ചെയ്തെന്നുള്ളതേ ഉള്ളൂ. അവനും പറയുകയാണ്, എന്നാൽ നീ അങ്ങ് രക്ഷിക്കുക, ഞങ്ങളെയും കൂടെ അങ്ങ് രക്ഷിക്കുക എന്ന് ഒന്ന് പറഞ്ഞു പോകുകയാണ്. അപ്പോൾ മറ്റവൻ അവനെ ശാസിച്ചു, നീ സമശിക്ഷാവിധിയിലായിരുന്നിട്ടും നീ എന്തുകൊണ്ട് ദൈവത്തെ ഭയപ്പെടുന്നില്ല? നമ്മൾ ന്യായമായിട്ടാണ് ശിക്ഷ അനുഭവിക്കുന്നത്. നോക്ക് അവൻ്റെ ഡിഫറൻസ് കണ്ടോ? ഇതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് കുറച്ച് പഠിക്കാം, ഈ 3 ക്രൂശിനെയും നമ്മൾ ഡിഫറൻ്റായിട്ട് പഠിക്കുമ്പോൾ. എങ്കിലും അവൻ പറയുകയാണ്, നമ്മൾ ചെയ്യുന്നത് നമ്മൾ ന്യായമായിട്ടാണ് അനുഭവിക്കുന്നത്. അതായത് അവൻ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടേണ്ടതായ ഒരു കുറ്റവാളിയാണെന്നുള്ള തിരിച്ചറിവ് അവനുണ്ടായിരുന്നു. കൊച്ചു കാര്യമല്ല ഇത്, ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. അവൻ അനുതാപമുണ്ടായിരുന്നു. ഓക്കെ, എന്നാൽ അനുതാപം മാത്രമല്ല, അവൻ മനസ്സിലാക്കിയ മറ്റൊരു കാര്യം കൂടെ. എന്താണ്? ഈ യേശു യഹൂദന്മാരുടെ രാജാവ്. അതവൻ എങ്ങനെയാണ് മനസ്സിലാക്കിയത്? അവൻ വേദപുസ്തകപരമായ വലിയ പരിജ്ഞാനം കൊണ്ടൊന്നും ആയിരിക്കത്തില്ല. എന്നാൽ ഒരു യഹൂദനായതുകൊണ്ട് അവൻ എന്തറിയാം? മശിഹ വരുന്നുണ്ടെന്നുള്ളത് അവന് അറിയാം, അല്ലേ? അവനൊരു പക്ഷേ വേറൊരു റോങ് മശിഹയെ പ്രതീക്ഷിച്ചൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്. കാര്യമൊക്കെ ശരിയാണ്. പക്ഷേ ഒരു മേലെഴുത്ത് എഴുതി കഴിഞ്ഞപ്പോൾ, അത് വന്നു കഴിഞ്ഞപ്പോൾ, ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, കാൽവറി ക്രൂശിലെ കള്ളൻ മാനസാന്തരപ്പെടുന്ന ഒരു ട്രാക്റ്റ് വായിച്ചാണ്. എന്ത് ട്രാക്റ്റ്? നസറായനായ യേശു യഹൂദന്മാരുടെ രാജാവ്. അപ്പോൾ ട്രാക്റ്റ് കൊണ്ട് ഗുണമില്ലെന്ന് പറയരുത്. ആദ്യത്തെ മാനസാന്തരം നടക്കുന്നത് തന്നെ ട്രാക്റ്റ് വായിച്ചാൽ. അതുകൊണ്ട് ട്രാക്റ്റൊക്കെ കൊടുത്തോണം. ട്രാക്റ്റ് കൊടുക്കുന്നതിനൊന്നും ഒരു മടിയും വേണ്ട. കാര്യമൊന്നറിയാമോ? അറിയില്ല, ചിലപ്പോൾ ഇത്രയും മതി. വലിയ ഡീറ്റെയിൽസ് ഒന്നും വേണമെന്നൊന്നും നിർബന്ധമില്ല. ദൈവത്തിൻ്റെ ആത്മാവിന് പ്രവർത്തിക്കാൻ ഒരു ചെറിയ ട്രാക്റ്റ് മതി. ആ യേശുവിൻ്റെ രൂപം കണ്ടിട്ട് അവൻ പറയുന്നു, ഞാൻ വിശ്വസിക്കുന്നു നീ രാജാവാണ്, അല്ലേ?
നീയാണ് മശിഹ എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു. വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള സമയമാണത്. 5 അപ്പം കൊണ്ട് 5000 പേര് പോഷിപ്പിച്ചപ്പോൾ നമുക്ക് മശിഹയാണെന്ന് വിശ്വസിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. നമ്മൾ ഈ ക്രൂശിലെ കള്ളൻ്റെ മാനസാന്തരത്തെ ഒരു ചെറിയ കാര്യമായിട്ട് ചിന്തിക്കരുത്. വലിയൊരു മാനസാന്തരം അത്. കാരണം സ്വാഭാവികമായി അവന് വിശ്വസിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. കാനാവിലെ കല്യാണത്തിന് നീ മശിഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയൊന്നും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. കാരണം 3.5 കൊല്ലം കൂടെ നടന്നവർ പോലും ക്രൂശ് കണ്ടു കഴിഞ്ഞപ്പോൾ ഇവൻ മശിഹയാണെന്നുള്ളത് മറന്നുപോയി. 3.5 വർഷം ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങൾ പഠിച്ചതായ ശിഷ്യന്മാർക്ക് മനസ്സിലാകാത്ത ആത്മിക യാഥാർത്ഥ്യം വെളിപ്പെട്ട് കിട്ടിയവനാണ് ക്രൂശിലെ കള്ളൻ. ചില്ലറ കാര്യമല്ല. ദൈവം പലപ്പോഴും കണ്ണു തുറക്കുന്നത് എല്ലാം പഠിച്ച് PhD എടുത്തോട്ടുള്ള കണ്ണൊന്നും അല്ല പലപ്പോഴും തുറക്കുന്നത്. PhD കഴിയുമ്പോൾ അഗ്നോസ്റ്റിക് ആകുക ഇവിടെ ആൾക്കാർ. ആർക്കറിയാം ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന്. PhD ഒന്നും വേണ്ട. യേശുക്രിസ്തുവിൻ്റെ 2-ാം വരവ് പ്രസംഗിച്ച് നടക്കുന്ന 2-3 പേര് ഒരുമിച്ച് എൻ്റെ ഒരു കൂട്ടുകാരനോട് ഇങ്ങനെ സംസാരിച്ച കൂട്ടത്തിൽ ഇവൻ ചോദിച്ചു, സാറുമാരെ നിങ്ങളിതൊക്കെ പ്രസംഗിച്ച് നടക്കുന്നല്ലോ, ഈ വേദപുസ്തകത്തിൽ പറയുന്നത് പോലെ കർത്താവ് വരുമോ? അപ്പോൾ പ്രസംഗിച്ച് നടക്കുന്ന ഒരാളെൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു, അതിപ്പം പിന്നെ അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഒന്ന് നടക്കും. എന്തായാലും ഒന്ന് നടക്കും. ഏതാ പ്രസംഗിച്ച് നടക്കുന്ന ആളാ? പ്രസംഗിച്ച് നടക്കുന്ന ആളുകൾ പോലും വിശ്വാസത്തിൽ നിന്ന് പിന്മാറിക്കൊണ്ടിരിക്കുന്നതായ സാഹചര്യത്തിലാണ് ഇന്ന് വരെ സുവിശേഷം കേൾക്കാതെ ഒരു ട്രാക്റ്റ് വായിച്ചേച്ച് കാൽവറി ക്രൂശിൽ കിടക്കുന്ന കള്ളൻ പറയുകയാണ് ഇവൻ രാജാവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നെന്ന്. ക്രൂശിനെ നോക്കി യേശു മശിഹയാണെന്ന് വിശ്വസിച്ച ഇവൻ്റെ അത്രയും വലിയ വിശ്വാസം ആർക്കുണ്ട്? ഞാൻ പറഞ്ഞല്ലോ, യേശുവിൻ്റെ ഒരത്ഭുതവും കണ്ടിട്ടല്ല അവൻ വിശ്വസിച്ചത്. നമ്മളെല്ലാം പറയുന്നത് ബ്രദറെ വിശ്വസിക്കണമെങ്കിൽ അത്ഭുതം നടക്കണം ബ്രദറെ എന്നാണ് പറയുന്നത്. ഒരു കാര്യം ഞാൻ പറയാം, ഈ അത്ഭുതം നടന്നിടത്തൊന്നും ഈ പറയുന്ന വലിയ വിശ്വാസം ഉണ്ടായിട്ടില്ല. വിശ്വസിച്ചിടത്ത് അത്ഭുതം നടന്നിട്ടുണ്ടെങ്കിലും അത്ഭുതം നടന്നിടത്ത് വലിയ വിശ്വാസം ഉണ്ടായിട്ടില്ല. വിശ്വസിച്ചിടത്ത് അത്ഭുതം നടന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ശതാധിപൻ്റെ ദാസനെ സൗഖ്യമാക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ സൗഖ്യമായതിന് ശേഷമല്ല അവൻ വിശ്വസിച്ചതാണോ? ഇതൊക്കെ ആളുകൾ എന്താ തിരിച്ചറിയാത്തത്? സൗഖ്യമായതിന് ശേഷമാണോ അവൻ വിശ്വസിക്കുന്നത്? അല്ല, അവൻ്റെ വിശ്വാസം കർത്താവ് കണ്ടു. എന്നിട്ടാണ് പറയുന്നത് നിൻ്റെ ദാസന് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് പറയുന്നത്. വിശ്വാസം കണ്ടു. സിറിയഫീനോക്യക്കാരിയായ സ്ത്രീ അവളുടെ കുഞ്ഞിന് സൗഖ്യമായതിന് ശേഷമാണോ അവൾ വിശ്വസിച്ചത്? അല്ല, അവളുടെ വിശ്വാസം കർത്താവ് കണ്ടു. പിന്നീടാണ് അത്ഭുതം നടക്കുന്നത്. ഇന്ന് നമ്മൾ പറയുന്നത് അത്ഭുതം നടന്നാലേ വിശ്വസിക്കത്തുള്ളതാണ്. ഞാൻ പറയുന്നത് ഗ്രഹിക്കുന്നുണ്ടല്ലോ പ്രിയമുള്ളവരെ, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഇന്ന് നമ്മൾ കേൾക്കുന്ന സുവിശേഷം മറ്റൊരു സുവിശേഷമാണ്, വേദപുസ്തകത്തിൻ്റെ സുവിശേഷമല്ല. അത്ഭുതകരമായി രോഗം സൗഖ്യമായി എത്ര പേര് കർത്താവിനെ അനുഗമിച്ചിട്ടുണ്ട്? കർത്താവിൻ്റെ പുറകെ നടക്കാൻ പോയിട്ടുണ്ട്. രോഗസൗഖ്യം പ്രാപിച്ചവരിൽ എത്ര പേര് യേശുവിൻ്റെ ശിഷ്യന്മാരായിട്ടുണ്ട്? നമുക്കറിയില്ല. പക്ഷേ നമ്മൾ പഠിക്കുന്ന ഒരാളും അത്ഭുതത്തിലൂടെ രക്ഷിക്കപ്പെട്ട് കർത്താവിനെ അനുഗമിക്കുന്നതല്ല വേദോസ്തം നമ്മൾ കാണുന്നത്. ഇനി യേശുവിനെ അനുഗമിച്ച ശിഷ്യന്മാരെ ഒന്ന് നോക്കാം. ആർക്കെങ്കിലും അത്ഭുത രോഗസൗഖ്യം നടന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പത്രോസിൻ്റെ അമ്മായിയമ്മയ്ക്ക് പനിയാരെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷേ പത്രോസിന് പനിയാരെന്ന് നമ്മൾ കേട്ടിട്ടില്ല. നമ്മൾ പറയുന്നത് അത്ഭുതം നടന്നാലേ വിശ്വസിക്കത്തുള്ളെന്നാണ്. എനിക്കറിയാം നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്ന സുവിശേഷമല്ല ഞാനിവിടെ പറയുന്നതെന്ന് എനിക്കറിയാം. പ്രിയമുള്ളവരെ, വിശ്വാസം എന്ന് പറയുന്ന ഒരു ദൈവപ്രവൃത്തിയാണ്. അത്ഭുതം കണ്ട് വിശ്വസിക്കാനാണെങ്കിൽ ആ വിശ്വാസം എവിടെയൊക്കെ ഉണ്ട്? എല്ലാ മതങ്ങളിലും ഉണ്ട്. ആഫ്രിക്കയിലൊക്കെ എന്തുമാത്രം
എത്രയോ അത്ഭുതം പുസ്തകം പഠിപ്പിക്കുന്നത് ഫെയ്ത്ത് കംസ് ബൈ ഹിയറിംഗ് ആൻഡ് ഹിയറിംഗ് കംസ് ബൈ ദ വേർഡ് ഓഫ് ഗാഡ്. വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിൻ്റെ വചനത്താലും വരുന്നു. യു ഗെറ്റ് മീ മൈ ഫ്രണ്ട്സ്? നിങ്ങൾ തിരിച്ചറിയുക, ദൈവവചനത്തിൻ്റെ അത്രയും വലിപ്പം ഒരത്ഭുതത്തിനുമില്ല. ആൻഡ് ഹോൾഡ് ഫാസ്റ്റ് ദി വേർഡ് ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ വചനം നിങ്ങൾ മുറുകെ പിടിക്കുക, ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുക, ദൈവത്തിൻ്റെ വചനം സംസാരിക്കുക. അത്ഭുതം നടക്കും. എന്തത്ഭുതം? ഒന്ന്, വിശ്വസിക്കും. വിശ്വസിച്ചവന് ചിലപ്പം ദൈവം ഉപകാരങ്ങൾ ചെയ്തെന്നിരിക്കും, അല്ലാത്തവനും ചെയ്തെന്നിരിക്കും. കാര്യം അവൻ നീതിമാന്മാരുടെ മേലും നീതി കെട്ടവരുടെ മേലും ഒരുപോലെ മഴ പെയ്യിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് വിശ്വസിക്കാത്തവൻ പറഞ്ഞാലും, അല്ലെങ്കിൽ യേശുവിനെ അനുഗമിച്ചവൻ, കർത്താവിൻ്റെ അടുത്ത് രോഗികൾ വന്നപ്പോഴത്തേക്ക് കർത്താവ് പറഞ്ഞോ, നീ എല്ലാ കാര്യങ്ങളും എല്ലാം കളഞ്ഞിട്ട് എൻ്റെ പുറകെ വാ, എന്നാൽ നിനക്ക് സൗഖ്യം തരാമെന്ന് വല്ലതും പറഞ്ഞോ? ഇല്ല. കർത്താവ് എല്ലാവരെയും സൗഖ്യമാക്കിയിട്ട് പറഞ്ഞു, ഇനി അധികം തിന്മയായത് ഭവിക്കാതിരിക്കാൻ പാപം ചെയ്യരുത്. സൗഖ്യമാക്കുന്നതിന് മുമ്പ് ഇതൊന്നും പറഞ്ഞ കണ്ടീഷൻ പറഞ്ഞൊന്നുമല്ല സൗഖ്യമാക്കിയത്. അതിപ്പോൾ ലോകത്തിൽ ആര് പ്രാർത്ഥിച്ചാലും കർത്താവ് അവൻ്റെ മനസ്സലിവ് കൊണ്ട് സൗഖ്യം കൊടുത്തെന്നിരിക്കും. പക്ഷെ സൗഖ്യമല്ല നമ്മൾ എംഫസൈസ് ചെയ്യേണ്ടത്, അതല്ല നമ്മുടെ ശക്തീകരണം. നമ്മുടെ ശക്തീകരണം ദൈവത്തിൻ്റെ വചനമാണ്. ആ ദൈവത്തിൻ്റെ വചനം കൊടുത്തു നോക്ക്, ആളുകൾ രക്ഷിക്കപ്പെടും. പിന്നെ രോഗികൾ വന്നാൽ നിങ്ങൾ പ്രാർത്ഥിച്ചു, എൻ്റെ അടുത്ത് വന്നാൽ ഞാനും പ്രാർത്ഥിക്കും. രോഗികൾ സൗഖ്യമാകുന്നുമുണ്ട്. ഇവിടെ ക്രൂസൈഡിൽ നടക്കുന്നതിനേക്കാളും വലിയ അത്ഭുതമൊക്കെ മിഷൻ ഫീൽഡിൽ നടക്കുന്നുണ്ട്. പിന്നെ ഈ മിഷൻ ഫീൽഡിലുള്ളവരൊന്നും ഇതൊന്നും വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുന്നില്ലെന്നുള്ളതേ ഉള്ളൂ. ക്രൂസൈഡുകാരൻ ഇല്ലാത്തതൂടെ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കും. നമ്മളൊക്കെ ഉള്ളത് പോലും മിണ്ടാൻ പോകത്തില്ല, അത്രയേ ഉള്ളൂ. മിഷൻ ഫീൽഡിൽ ഇപ്പം എൻ്റെ കാര്യത്തിൽ മാത്രമല്ല, മിഷൻ ഫീൽഡിൽ നടക്കുന്ന അത്രയും അത്ഭുതം ഒരു ക്രൂസൈഡിലും നടക്കുന്നില്ല. പിന്നെ മൈക്ക് വെച്ച് കൊടുക്കത്തില്ലെന്നുള്ളതേ ഉള്ളൂ. ഞാൻ പറഞ്ഞതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കണം. ഈ തൂക്കിയ ദുഷ്പ്രവൃത്തിക്കാരിൽ ഒരുത്തൻ അവൻ പറയുകയാണ്, ഒന്ന്, ഞാൻ ഈ എൻ്റെ പാപമാണ് എന്നെ ഈ ക്രൂശിൽ കൊള്ളുന്നത്. ഓക്കെ, അവന് പാപബോധമുണ്ടായി, അനുതാപമുണ്ടായി, മാനസാന്തരമുണ്ടായി. ഇതൊക്കെ ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഈ മാനസാന്തരത്തിൻ്റെ ഭാഗമായിട്ടാണ് അവൻ കർത്താവിലേക്ക് നോക്കുന്നത്. മാനസാന്തരം എന്ന് പറഞ്ഞാൽ യേശുവിലേക്ക് തിരിയുന്നതാണ് മാനസാന്തരം. അനുതാപവും മാനസാന്തരവും രണ്ടാണ്. പാപബോധം ഉണ്ടായാൽ അനുതാപം ഉണ്ടാകും. അനുതാപം ഉണ്ടാകണം നിർബന്ധമില്ല, ചിലപ്പോൾ കുറ്റബോധം ഉണ്ടാകും. ഞാനൊരു പാപിയാ, എന്തോ ചെയ്യാനാ, ഏതാണെങ്കിലും ഞാൻ നരകത്തിലാണ് എന്ന് പറയുന്ന ആളുകളുണ്ട്. അവന് പാപബോധം ഉണ്ടായി, പക്ഷേ പാപബോധത്തിൽ നിന്ന് കുറ്റബോധം ഉണ്ടാകുന്നു. യൂദാസിനുണ്ടായതാ. എന്നാൽ പത്രോസിനുണ്ടായത് കുറ്റബോധമല്ല, അനുതാപമാണ്. പാപബോധം രണ്ടു പേർക്കും ഉണ്ടായി, പക്ഷേ അനുതാപം ഉണ്ടാകുമ്പോൾ കർത്താവിലേക്ക് തിരിയും. അപ്പോൾ ഈ തൂക്കിയ ദുഷ്പ്രവൃത്തിക്കാരിൽ രണ്ടാമത്തെ ആൾ എന്ത് ചെയ്തു? അവൻ അനുതാപം ഉണ്ടായി, അവൻ യേശുവിലേക്ക് തിരിഞ്ഞിട്ട് പറഞ്ഞു, ഐ ബിലീവ് ദറ്റ് യു ആർ ദി മെസ്സായ, യു ആർ ദ കിങ്. നീ രാജാവാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു, നീ ദൈവത്തിൻ്റെ മശിഹയാണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, അത്ഭുതം കണ്ടിട്ടല്ല. മറ്റവൻ പറഞ്ഞു, എന്നെ വിടുവിക്കാമെങ്കിൽ ഞാൻ വിശ്വസിക്കാമെന്ന് പറഞ്ഞു. അതാണ് ഇന്നത്തെ വിശ്വാസം. വിടുവിക്കാമെങ്കിൽ വിശ്വാസം. അത് അടിസ്ഥാനപരമായി തെറ്റായൊരു കാര്യമാണ്. വിടുവിക്കാമെങ്കിൽ കണ്ടീഷണലാണ്. ഇവന് കണ്ടീഷനൊന്നുമില്ല. അവൻ പറയുന്നില്ല, എന്നെ രക്ഷിക്കാൻ പറയുന്നില്ല. അവൻ പറയുന്നത്, ഞാൻ ഈ ക്രൂശിൽ മരിച്ചു കഴിഞ്ഞാൽ അത് എൻ്റെ കുറ്റം കൊണ്ടാണ്. അവൻ യേശുവിനോട് പറയുന്നത്, കർത്താവേ, എന്നെ ക്രൂശിൽ നിന്ന് രക്ഷിക്കണമെന്നല്ല, നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർക്കണമേ. അവൻ മനസ്സിലാക്കി, ഹീ ഈസ് മെസ്സയ. ക്രൂശിൽ, അതും ഇവരെക്കാൾ കൂടുതൽ ദുരിതം അനുഭവിച്ചാണ് കർത്താവ് കാൽവരി ക്രൂശിൽ. കാര്യം റോമൻ ഗവൺമെൻറ്റിൻ്റെ നിയമം അനുസരിച്ച് ഒരു ക്യാപിറ്റൽ പണിഷ്മെൻറ്റിന് മുമ്പായിട്ട് ഒരിക്കലും 39 അടി അടുപ്പിക്കത്തൊന്നുമില്ല. അതായത് ഒന്നുകിൽ 39 അടി അടുപ്പിച്ച് അവനെ വെറുതെ വിടും. അതുകൊണ്ടാണ് ഞാൻ അവനെ അടുപ്പിച്ച് വിടുമെന്ന് പറയുന്നത്. അതായത് അടി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ക്രൂശിക്കത്തില്ല.
ക്രൂശിക്കുകയാണെങ്കിൽ പിന്നോട്ട് അടിക്കത്തുമില്ല. ജീവപര്യന്തം തടവ് കഴിഞ്ഞിട്ട് ആരെയും അങ്ങ് തൂക്കിക്കൊല്ലത്തില്ലല്ലോ. തൂക്കിക്കൊല്ലുകയാണെങ്കിൽ നേരത്തെ അങ്ങ് കൊല്ലും. പക്ഷേ യേശുവിൻ്റെ കാര്യത്തിൽ രണ്ടും കൂടെ നടന്നു. ഞാൻ പറഞ്ഞതിൻ്റെ വ്യത്യാസം മനസ്സിലായോ? അങ്ങനെ തകർക്കപ്പെട്ട് കിടക്കുന്ന, ക്രൂശിൽ തകർന്ന് കിടക്കുന്ന, വിലപിക്കുന്ന, കരയുന്ന യേശുവിനെ നോക്കിയിട്ട് ഇവൻ രാജാവാണെന്ന് പറഞ്ഞ ആ ക്രൂശിലെ കള്ളൻ്റെ വിശ്വാസം എത്ര ശ്രേഷ്ഠമായ വിശ്വാസമാണ് എന്ന് നിങ്ങൾ ആലോചിക്കണം. ഹല്ലേലൂയ. അപ്പോൾ 41-ാമത്തെ വാക്യത്തിൽ നാമോ ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കുന്നു, നാം പ്രവർത്തിച്ചതിന് യോഗ്യമായതല്ലോ കിട്ടുന്നത്, ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അവന് മനസ്സിലായി ഈ യേശു മരിക്കുന്നത് യേശുവിൻ്റെ കുറ്റം കൊണ്ടല്ല, അവൻ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അവനൊരു ബോധ്യം ഉണ്ടായി, ഹീ ഈസ് ഡൈയിങ് ഫോർ മീ, എനിക്ക് വേണ്ടിയാണ് ഇവൻ മരിക്കുന്നത്. അവൻ്റെ വേദപുസ്തക പരിജ്ഞാനമൊക്കെ ഇത്രേ ഉള്ളൂ. പക്ഷെ ഒരു കാര്യം മനസ്സിലായി, യേശു മരിക്കേണ്ടവനല്ല, ഞാൻ മരിക്കേണ്ടവനാണ്. അത് കഴിഞ്ഞിട്ട് എന്താണ്? പിന്നെ അവൻ യേശുവേ, നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞു. നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ. റിമെമ്പർ മീ. എനിക്കറിയാം നീ രാജാവാണ്. നീ രാജാവായിട്ട് വരുമ്പോൾ എന്നെ കൂടെ ഓർത്തോണേ. അതിനെനിക്ക് യോഗ്യതയൊന്നുമില്ല, പക്ഷെ ഒന്ന് ഓർത്തോണേ. അവൻ്റെ കരുണയ്ക്ക് വേണ്ടിയുള്ള അപേക്ഷയാണ്. കരുണയ്ക്ക് വേണ്ടിയുള്ള അപേക്ഷ, അല്ലാതെ ഡിമാൻഡ് ചെയ്യല്ല. നമ്മളതും മനസ്സിലാക്കണം. നമുക്കൊന്നും ഡിമാൻഡ് ചെയ്യാനില്ല. കർത്താവ് നമ്മളെ വീണ്ടെടുത്തത് അവൻ്റെ കരുണയാണ്, കൃപയാണ്, അല്ലാതെ വേറെ ഒന്നുമില്ല. നമ്മളില്ലെങ്കിലും കർത്താവിനൊന്നും പറ്റാനില്ല, പക്ഷേ കർത്താവില്ല നമുക്കൊന്നുമില്ല. നോ വൺ ഈസ് ഇൻഡിസ്പെൻസിബിൾ ഫോർ ഗാഡ്, ബട്ട് ഗാഡ് ഈസ് ഇൻഡിസ്പെൻസിബിൾ ഫോർ മീ. ഞാനില്ലെങ്കിൽ യേശുവിന് എന്ത് പറ്റാനാ? ഒന്നും പറ്റാനില്ല. പക്ഷേ യേശു ഇല്ലെങ്കിൽ എനിക്കൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, രക്ഷ എന്ന് പറയുന്നത് കരുണയാണ്, കാരുണ്യമാണ്. കർത്താവിൻ്റെ കാരുണ്യമാണ് അവൻ നമുക്ക് നൽകുന്നതായ രക്ഷ. കർത്താവിൻ്റെ കാരുണ്യമാണ് അവൻ നമ്മളെ ചേർത്ത് കൊള്ളുന്നത്. കർത്താവിൻ്റെ കാരുണ്യം, വേറെ ഒന്നുമില്ല പ്രിയമുള്ളവരെ. ഇറ്റ്സ് ഓൾ ഗോഡ്സ് ഗ്രേസ്. അപ്പോഴാണ് നമുക്ക് കർത്താവിനോട് സ്നേഹം കൂടുതലുണ്ടാകുന്നത്. കർത്താവ് പറഞ്ഞു, യെസ്, ഇന്ന് നീ എന്നോട് കൂടെ പറുദീസയിൽ ഇരിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് പറയുന്നു. അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് പിന്നീട്, അതായത് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ അതിലേക്ക് പോകുന്നില്ല. ഈ ആദ്യത്തെ കള്ളൻ, യേശുവിനെ ദുഷിച്ച കള്ളൻ, മാനസാന്തരപ്പെടാത്ത കള്ളൻ, പാപത്തിൽ തുടരുന്നവനായ കള്ളൻ, അവൻ മരിക്കുന്നത് അവൻ്റെ പാപത്തിലാണ് മരിക്കുന്നത്. ഹീ ഡൈഡ് ഇൻ ഹിസ് സിൻസ്. അവൻ്റെ പാപത്തിൽ മരിച്ചു. ഒന്നാമത്തെ കള്ളൻ പാപത്തിൽ മരിച്ചു. രണ്ട് നടുക്ക് കിടക്കുന്ന യേശു പാപത്തിലല്ല മരിക്കുന്നത്. അവൻ മരിച്ചത് എന്തിനാണ്? പാപത്തിനു വേണ്ടിയാണ് മരിച്ചത്. യു അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ്? ആദ്യത്തെ കള്ളൻ പാപത്തിൽ മരിച്ചു, നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാം. രണ്ടാമത് നിൽക്കുന്ന വ്യക്തി യേശു പാപത്തിനു വേണ്ടി മരിച്ചു. അവൻ പാപത്തിലല്ല മരിച്ചത്. The first person died in his sins and Jesus died for sin. മൂന്നാമത്തെ കള്ളൻ്റെ പ്രത്യേകത, അവൻ്റെ പാപത്തെ ഉപേക്ഷിച്ചു. ആ ഉപേക്ഷിക്കുമ്പോൾ അവൻ പാപത്തിനു മരിക്കുകയാണ്. ചെറിയ ഡിഫറൻസാണ്, വാക്കുകൾ ശ്രദ്ധിക്കണം. ആദ്യത്തെ ആൾ പാപത്തിൽ മരിച്ചു, യേശു പാപത്തിനു വേണ്ടി മരിച്ചു. മാനസാന്തരപ്പെട്ട കള്ളൻ പാപത്തിന് മരിച്ചു. കാര്യം അവൻ പാപത്തെ ഉപേക്ഷിച്ചിട്ടാണ് മരിക്കുന്നത്. അവൻ പാപത്തിന് മരിച്ചു. ഹി ഡൈഡ് ടു സിൻ. എഴുതിയെടുക്കുന്ന നല്ലതാണ്.
3 കാര്യങ്ങൾ പറഞ്ഞല്ലോ. ആദ്യത്തെ എന്താണ്? പാപത്തിൽ മരിച്ചു. 2, പാപത്തിന് വേണ്ടി മരിച്ചു. 3, പാപത്തിന് മരിച്ചു. ഇതാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ പഠിക്കുന്നത്. എന്താണ് പാപത്തിൽ മരിക്കുക എന്ന് പറഞ്ഞാൽ? എന്താണ് പാപത്തിന് വേണ്ടി മരിക്കുക എന്ന് പറഞ്ഞാൽ? എന്താണ് പാപത്തിനു മരിക്കുക എന്ന് പറഞ്ഞാൽ? പാപത്തിൽ മരിക്കുക, പാപത്തിന് വേണ്ടി മരിക്കുക, പാപത്തിനു മരിക്കുക. ഈ 3, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ 3 കാര്യങ്ങൾ പഠിച്ചാൽ അടിസ്ഥാനപരമായി രക്ഷയെക്കുറിച്ചുള്ള വലിയ ഉപദേശം നമുക്ക് തീർത്തും ഗ്രഹിക്കാനായിട്ട് കഴിയും. ഈ 3 കാര്യങ്ങൾ മതി. അതുകൊണ്ടാണ് ഗോൽഗൊഥായിലെ 3 കുരിശുകൾ എന്ന് ഞാൻ ഇതിന് പേര് തന്നെ ഇട്ടതിൻ്റെ കാര്യം ഇതാണ്. ഗോൽഗൊഥായിലെ 3 ക്രൂശുകൾ. ഒന്നാമത്തെ വ്യക്തി പാപത്തിൽ മരിച്ചു. ഈ വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും റെപ്രസെൻറ്റേറ്റീവാണ്. നമ്മളെ എല്ലാവരുടെയും അതായത് രക്ഷിക്കപ്പെടാത്ത ഭൂമിയിൽ ജനിച്ച സകല വ്യക്തികളുടെയും പ്രതിനിധിയാണ് ആര്? ഈ ഒന്നാമത്തെ കള്ളൻ. നമ്മളെല്ലാവരും ഇങ്ങനെയായിരുന്നു. നമുക്ക് ആർക്കും ഇതിൽ നിന്ന് യാതൊരു രീതിയിലും ഒരു ഒഴികഴിവുണ്ടായിരുന്നവരല്ലായിരുന്നു. ആദമിൽ നിന്ന് ജനിച്ച സകല മനുഷ്യരും പാപത്തിൽ മരിച്ചവരാണ്. എഫെസ്യ ലേഖനത്തിൽ നമ്മൾ 2-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ 1-ാമത്തെ വാക്യത്തിൽ തന്നെ നമ്മൾ കാണുന്ന കാര്യമുണ്ട്. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അതിക്രമങ്ങളാലും പാപങ്ങളാലും, അതിക്രമങ്ങളിലും പാപങ്ങളിലും എന്നും തർജ്ജമ ചെയ്യാവുന്ന വേദഭാഗമാണ്. യു വർ ഡെഡ് ഇൻ ദ ട്രെസ്പാസസ് ആൻഡ് സിൻ. അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചിരുന്നവരായ നിങ്ങളെ. അപ്പം നമ്മൾ അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്നു. ഒന്നാമത്തെ കള്ളൻ്റെ അവസ്ഥ. ഓക്കെ, ഈ 2 കാര്യങ്ങൾ, അതിക്രമങ്ങളും പാപങ്ങളും, പെരപ്തോമ ആൻഡ് ഹമാർട്ടിയ, അല്ലെങ്കിൽ അതിക്രമിച്ച്, അതായത് ദൈവിക നിയമങ്ങൾ, ദൈവികമായ ശരിക്കും ദൈവം നമുക്ക് വെച്ചിരിക്കുന്നതായ ലിമിറ്റേഷൻസ് മറികടന്ന് പോകുന്നവർ, നമ്മുടെ ട്രാക്ക് തെറ്റി ഓടുന്നവർ, ഇതെല്ലാം ആ അതിക്രമങ്ങളുടെ കൂട്ടത്തിൽപ്പെടുന്നതാണ്. അതായത് അതിക്രമിച്ച് കിടക്കുക എന്നൊക്കെ പറയും, ട്രെസ്പാസസ്. നമ്മുടെ ട്രെസ്പാസസ് വിൽ ബി പ്രോസിക്യൂട്ടഡ് എന്നൊക്കെ നമ്മൾ സാധാരണ, അതിക്രമിച്ച് കിടക്കുന്നവർ ശിക്ഷിക്കപ്പെടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് കയറാൻ പാടില്ല, അവിടെ കയറി, അല്ലെങ്കിൽ ഇറങ്ങാൻ പാടില്ല, അവിടെ ഇറങ്ങി. ഇതുപോലെ ദൈവം വെച്ചിരിക്കുന്ന നമുക്ക് വെച്ചിരിക്കുന്ന ചില ലിമിറ്റ്സ് ഉണ്ട്. ആ ലിമിറ്റ്സ് കടന്നു പോകുന്നതാണ് ശരിക്കും അതിക്രമങ്ങൾ എന്ന് പറയുന്നത്. ഇൻറ്റൻഷണലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ബോധപൂർവമായിട്ട് ദൈവത്തിൻ്റെ ട്രാക്ക് നമ്മൾ മാറി ഓടുകയാണ്. ഒരു ഓട്ടക്കളത്തിലും നമ്മുടെ ടാർഗറ്റ് പോയിന്റിൽ നമ്മൾ എത്തണമെന്നുള്ളത് ശരിയാണെങ്കിലും ട്രാക്ക് തെറ്റി ഓടിയാൽ നമുക്ക് എന്ത് കിട്ടത്തില്ല? സമ്മാനം കിട്ടത്തില്ല. കാര്യം ഓട്ടം ഓടിയാൽ മാത്രം പോരാ, ഓടേണ്ടത് എങ്ങനെയാണ്? നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ട്രാക്കിലൂടെ വേണം നമ്മൾ ഓടാനായിട്ട്. അപ്പോൾ അത് തെറ്റിച്ചാൽ തന്നെ എന്താണ്? പാപമാണ്, നിയമലംഘനമാണ്, അതിക്രമങ്ങൾ. 2, ലക്ഷ്യം. ഹമാർട്ടിയ, നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്നതായ ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിൽ നമ്മൾ എത്തിച്ചേർന്നില്ലെങ്കിൽ അതിനെയും വേദപുസ്തകം പറയുന്നത് പാപമെന്നാ. അതായത് ദൈവം നമുക്ക് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ലൈഫാണ്, ഒരു ജീവിതമുണ്ട്. ആ ദൈവം ഡിസൈൻ ചെയ്ത ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിൽ ഞാൻ എത്തിച്ചേരുന്നില്ലെങ്കിൽ പോലും ദാറ്റ് ഈസ് കൺസിഡർഡ് ആസ് എ സിൻ. അപ്പോൾ എന്നെക്കുറിച്ച് ദൈവത്തിൻ്റെ പ്രതീക്ഷ നിർവഹിക്കുന്നതിൽ ഞാൻ പരാജയപ്പെട്ടാൽ പോലും ഞാൻ പാപിയാ. അതായത് ഞാൻ ചിലപ്പോൾ കള്ളു കുടിച്ചില്ലെന്നിരിക്കും, വ്യഭിചരിച്ചില്ലെന്നിരിക്കും, ഇതൊന്നും വേണ്ട.
കള്ളു കുടിക്കുകയോ വിചരിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പാപമാണ്. കാര്യം അത് അതിക്രമത്തിൻ്റെ കൂട്ടത്തിൽപ്പെട്ടാണ്. കാര്യം ലിമിറ്റ് വിട്ടുപോയി. നമ്മൾക്ക് വേണ്ടി വെച്ചിരിക്കുന്ന നിയമത്തിൻ്റെ ലംഘനമാണ്. ഈ നിയമത്തിൻ്റെ ലംഘനം മാത്രമല്ല പാപം. എന്ത് ദൈവം നമ്മളെക്കുറിച്ച് പ്രതീക്ഷിക്കുന്നോ ആ പ്രതീക്ഷയിൽ നമ്മൾ എത്തിച്ചേർന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ അതിനുവേണ്ടി നമ്മൾ ആ ദൈവിക പദ്ധതി അനുസരിച്ച് എൻ്റെ ജീവിതം ക്രമീകരിച്ചില്ലെങ്കിൽ അത് തന്നെ പാപമാണ്. അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് എത്ര പഞ്ചപാപങ്ങളാണെന്ന് പറഞ്ഞാലും പാപത്തിൻ്റെ ലെവലിൽ നിന്ന് നമ്മൾ പാപിയാണ്. ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ എല്ലാ മനുഷ്യരും പാപികളാണ്. അതുകൊണ്ടാണ് റോമാലേഖനത്തിൽ പറഞ്ഞത് ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. ഫോളൻ ഷോർട്ട് ഓഫ് ഹിസ് ഗ്ലോറി, അല്ലെങ്കിൽ ദൈവിക മഹത്വത്തിന് താഴെയായിപ്പോയി എന്ന് പറയുകയാണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ലോകത്തിലെ എത്ര നല്ല പാപി എന്ന് പറഞ്ഞൊരു വാക്യമൊന്നും പാപിയൊന്നുമില്ല. ചിലപ്പോൾ ആളുകളൊക്കെ സാക്ഷി പറയുമ്പോഴൊക്കെ പറയാറുണ്ട്, ഞാനൊരു മര്യാദ പാപിയായി ജീവിക്കുകയായിരുന്നെന്ന്. എനിക്കത് കേൾക്കുമ്പോൾ തന്നെ ദേഷ്യം. എന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ പാപിക്ക് എന്തോന്ന് മര്യാദ ഇല്ലേ? പാപം എന്ന് പറഞ്ഞാൽ തന്നെ മര്യാദകളാണ്. പിന്നെ മര്യാദ പാപിയായിട്ട് ആർക്കും ജീവിക്കാൻ പറ്റില്ല. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഞാനങ്ങനെ മദ്യപിക്കത്തും വ്യഭിചരിക്കത്തൊന്നും ഇല്ലായിരുന്നെന്നൊക്കെ ഇങ്ങനെ പറയുന്നുള്ളതേ ഉള്ളൂ. ഇവിടെ പാപമെല്ലാം പാപമാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അതിനകത്ത് ഈ ചെറിയ കാര്യമോ വലിയ കാര്യമോ എന്നുള്ള പ്രത്യേകതകളൊന്നുമില്ല. എല്ലായ്പ്പോഴും നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ എല്ലാ കാര്യങ്ങളും പാപത്തിന് അങ്ങനെ വലിയ ഇതെന്നുള്ളതല്ല. എല്ലാ കാര്യങ്ങളും ഒരുപോലെ തന്നെ പാപമായിട്ട് തന്നെ നമ്മൾ കണ്ടെങ്കിലേ പറ്റുള്ളൂ. എല്ലാ കാര്യങ്ങളും. നമ്മളിപ്പം ഈ പട്ടണത്തിലെ പാപിനിയായ സ്ത്രീയുടെ കാര്യം നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ വായിക്കുമ്പോൾ അത് നമ്മൾ ആ പാപിനിയായ സ്ത്രീ വന്നിരിക്കുമ്പോഴത്തേക്ക് നമ്മളിവിടെ കാണുന്ന ഒരു കാര്യമുണ്ട്. അവൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് യേശുവിനെ സ്വീകരിച്ചിരുത്തിയതായ ഈ പരീശനുണ്ടല്ലോ, പരീശൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പരീശൻ യേശുവിനെ എന്തിനാ വിളിച്ചതെന്ന് ഞാൻ ചിലപ്പോൾ ആലോചിച്ചിട്ടുണ്ട്. ഒന്നും അറിയില്ല. ചിലപ്പോൾ ഉണ്ടല്ലോ ഈ ആൾക്കാർ ഒരു റബിയൊക്കെ വരുമ്പോഴത്തേക്ക് എന്നാൽ പിന്നെ അയാളെ വിളിച്ചൊരു ഊണൊക്കെ കൊടുത്തേക്കാം എന്നൊക്കെ ചിന്തിക്കുന്ന ആ ഒരു നിലയിൽ മാത്രമായിരിക്കണം. അല്ലാതെ വലിയൊരു ആത്മീക കാഴ്ചപ്പാടോടെയൊക്കെയാണ് ഇവളെ കർത്താവിനെ ഇൻവൈറ്റ് ചെയ്തതെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ വന്നിരുന്ന കൂട്ടത്തിലാണ് എന്താ സംഭവിക്കുന്നത്? ഈ പരീശൻ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് പട്ടണത്തിലെ ഏറ്റവും പാപിയായ ഒരു സ്ത്രീ യേശുവിൻ്റെ കാൽക്കൽ വന്നിരുന്ന് കണ്ണുനീർ കൊണ്ട് അവൻ്റെ പാദം തുടയ്ക്കുന്നു. അപ്പോൾ ഈ പരീശൻ പറയുന്ന ഒരു കാര്യമുണ്ട്. പരീശൻ അവനെ ക്ഷണിച്ച പരീശൻ, അതിൻ്റെ 7-ാമത്തെ അധ്യായത്തിൻ്റെ ലൂക്കോസിന് 7-ാമത്തെ 39-ാം വാക്യത്തിൽ അവനെ ക്ഷണിച്ച പരീശൻ അത് കണ്ടിട്ട് ഇവൻ പ്രവാചകനായിരുന്നുവെങ്കിൽ തന്നെ തൊടുന്ന സ്ത്രീ ആരെന്നും എങ്ങനെയുള്ളവൾ എന്നും അറിയുമായിരുന്നു, അവൾ പാപിയല്ലോ എന്ന് ഉള്ളിൽ പറഞ്ഞു. ഇവൻ പറഞ്ഞത് വെറുതെ ഒരു ഊണ് കൊടുത്തു, ഇവൻ ഈ പറയുന്ന പ്രവാചകനൊന്നും അല്ല, പ്രവാചകനാണെന്ന് എല്ലാവരും കൂടെ പറഞ്ഞതിന് ഞാൻ വിളിച്ചൊരു ഊണ് കൊടുത്തതാണ്, എല്ലാം നഷ്ടമായി. ഇതാണ് ഇവൻ പറയുന്നത്. ഇവൻ പ്രവാചകനായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ? തന്നെ തൊടുന്ന സ്ത്രീ ആരെന്നവന് അറിയുമായിരുന്നു, അവൾ പാപിയല്ലോ. അപ്പം ഞാൻ ചിലപ്പോൾ തമാശയ്ക്ക് ഇങ്ങനെ പറയാറുണ്ട്, ഇവൾ പാപിയാണെന്നുള്ള യേശുവിന് അറിയാം, അത് വേറെ കാര്യം. ഇനി അറിയാൻ വയ്യാന്നങ്ങിരിക്കട്ടെ, അത് ഒരു ഭാവന മാത്രമാണ്. എന്നാലും എൻ്റെ ചോദ്യം, ഇവൾ പാപിയാണെന്നുള്ളത് യേശുവിന് അറിയാൻ വയ്യായെങ്കിൽ ഇവൻ അറിയാമല്ലോ, ഇവൻ എങ്ങനെ അറിഞ്ഞത്? ഇവൾ പാപിയാണെന്നുള്ള വിഷയം ഇവൻ എങ്ങനെ അറിഞ്ഞത്? അപ്പോൾ ഇവനും പലപ്പോഴും അവിടെ പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇവനെങ്ങനെ അവൻ അറിയുന്നത്? ഇല്ലേ? ഞാൻ പറഞ്ഞ വ്യത്യാസം മനസ്സിലായോ? അപ്പോൾ കർത്താവ് അവനെ ക്ഷണിച്ച പരീശൻ ഇത് കണ്ടിട്ട് അത് പറഞ്ഞു. അപ്പോൾ കർത്താവ് പറഞ്ഞു, ശിമോനെ നിന്നോടൊന്ന് പറയാനുണ്ട് എന്ന് യേശു പറഞ്ഞതിന് ഗുരു പറഞ്ഞാലും എന്ന് അവൻ പറഞ്ഞു. കടം കൊടുക്കുന്ന ഒരുത്തിന് 2 കടക്കാരുണ്ടായിരുന്നു. ഒരുത്തിന് 500 വെള്ളിക്കാശും മറ്റവൻ 50 വെള്ളിക്കാശും കൊടുക്കാനുണ്ടായിരുന്നു. ഒരുത്തിന് 500 വെള്ളിക്കാശ്, മറ്റവൻ 50 വെള്ളിക്കാശ്. ചെറിയ പൈസയൊന്നുമല്ല. 50 വെള്ളിക്കാശ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം കർത്താവിനെ ഒറ്റ കൊടുത്തിട്ട് തന്നെ യൂദാസിന് കിട്ടിയത്
30 വെള്ളിക്കാശ്. അപ്പോൾ 50 വെള്ളിക്കാശ് ഇറ്റ്സ് നോട്ട് വെരി സ്മോൾ. പക്ഷേ മറ്റവൻ എത്ര ഉണ്ട്? 500 വെള്ളിക്കാശ്. അപ്പോൾ 500 വെള്ളിക്കാശ് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ബിഗ് മണി, നല്ല വിലയാണ്, പൈസയാണ്. അപ്പോൾ വീട്ടുവാൻ വകയില്ലായകയാൽ അവർ അവന് ഇരുവർക്കും ഇളച്ചു കൊടുത്തു. എന്നാൽ അവരിൽ ആർ അവനെ അധികം സ്നേഹിക്കും? അപ്പോൾ 2 പേർക്കും എന്തില്ല? വീട്ടാൻ വകയില്ല. പക്ഷെ 2 പേരുടെയും പ്രത്യേകത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 പേരും കടക്കാരാണ്. ഒരാൾ 50 വെള്ളിക്കാശേ ഉള്ളൂ, മറ്റേ ആൾ 500 വെള്ളിക്കാശുണ്ട്. പക്ഷേ 2 പേരുടെയും ലേബൽ എന്താണ്? കടക്കാരൻ. രണ്ടാമത്തെ പ്രത്യേകത, ഇവർക്ക് 2 പേർക്കും എന്തില്ല? വീട്ടാൻ വകയില്ല. പിന്നെ ഇവർ തമ്മിൽ എന്താ വ്യത്യാസം? 50 വെള്ളിക്കാശുകാരൻ്റെ ചിന്ത, ഞാൻ 50 വാങ്ങിച്ചിട്ടുള്ളൂ, അത് പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഞാനങ്ങ് കൊടുക്കും, വല്ലോടും വാങ്ങിച്ചാണെങ്കിൽ ഞാനങ്ങ് കൊടുക്കും, എപ്പോഴെങ്കിലും വീട്ടാൻ പറ്റുമെന്നാണ് ഇവൻ്റെ ചിന്ത. പക്ഷെ 500 വെള്ളിക്കാശുകാരൻ അറിയാം അവന് ജന്മം ചെയ്താൽ ഇത് വീട്ടാൻ കഴിയില്ല എന്ന്. അവൻ്റെ പാപം ക്ഷമിച്ചു കഴിഞ്ഞാൽ അവന് ഭയങ്കര അത്ഭുതമാണ്. അവൻ പിന്നെ ക്ഷമിച്ച ആ വ്യക്തിയുടെ യജമാനൻ്റെ കാൽക്കൽ നിന്ന് മാറത്തില്ല, ഭയങ്കരമായിട്ട് സ്നേഹിക്കും. പക്ഷെ 50 വെള്ളിക്കാശ് ഇളച്ച് കിട്ടിയവൻ്റെ പ്രശ്നം എന്നറിയാമോ? അവൻ ദൈവത്തെ ഈ പറയുന്നതോടൊന്നും വലുതായിട്ട് അല്ലെങ്കിൽ സ്നേഹിക്കത്തില്ല. കാര്യം അവൻ്റെ ചിന്ത, ഞാൻ അത്രയ്ക്കൊന്നും വലിയ കടക്കാരനൊന്നും അല്ലായിരുന്നല്ലോ, ഇല്ലേ? ഇതാണ് മര്യാദ പാപിയുടെ പ്രശ്നം. അവന് ജന്മം ചെയ്താൽ ദൈവത്തെ സ്നേഹിക്കാൻ പറ്റത്തില്ല. ആർക്കാ ദൈവത്തെ സ്നേഹിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടാൻ ഒരു സാധ്യതയുമില്ലാത്ത കൊടും പാപിയാണെന്ന് ഞാൻ പറയുമ്പോൾ മാത്രമാണ് എനിക്ക് യഥാർത്ഥത്തിൽ കർത്താവിനെ സ്നേഹിക്കാൻ കഴിയുന്നത്. അല്ലെങ്കിൽ ഒരു താങ്ക്സ് പറഞ്ഞു പോകത്തേ ഉള്ളൂ. ഞാനിപ്പം ഇങ്ങോട്ട് വരുന്ന വഴിക്ക് സണ്ണി പാസ്റ്റർ അല്ലെങ്കിൽ ഞാൻ ജോസ് പാസ്റ്റർ എന്നെ ഇങ്ങോട്ട് വരുന്ന കൂട്ടത്തിൽ ഞാൻ എന്തെങ്കിലും ഒരു സാധനം വാങ്ങിച്ച് ജോസ് പാസ്റ്റർ അങ്ങ് വില ഞാൻ കൊടുത്തെന്ന് വെച്ചു. കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ കൊടുക്കുമ്പോഴത്തേക്ക് വേണ്ട സാറേ ഇടുന്നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയും ഓക്കെ താങ്ക്സ്. കാര്യം അതൊന്നും വലിയൊരു ആനക്കാര്യമൊന്നുമല്ല. പക്ഷേ അതുപോലല്ല, എൻ്റെ വീട് ജപ്തി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ജോസ് പാസ്റ്റർ വന്നിട്ട് ആ പൈസ മുഴുവൻ കൊടുത്ത് എന്നെ എൻ്റെ വീട്ടിൽ തിരിച്ചു കയറ്റി കഴിഞ്ഞാൽ ഓക്കെ പാസ്റ്റർ താങ്ക്സ് കേട്ടോ, പിന്നെ കാണാം എന്ന് ഞാൻ പെട്ടെന്ന് അങ്ങനെ പറയത്തില്ല. അത് പിന്നെ വീട് ജപ്തിയുടെ കാര്യം പോട്ടെ, എൻ്റെ ജീവൻ്റെ പ്രശ്നമാണെങ്കിലോ. ഞാൻ ചിലപ്പോൾ ഉദാഹരണമായിട്ട് പറയാറുണ്ട്, എൻ്റെ ഈ ലെഫ്റ്റ് ലെഗമെൻറ്റ് ബ്രോക്കണാണ്, എൻ്റെ കാലിൻ്റെ നീ ലെഗമെൻറ്റ്സ് ബ്രോക്കണാണ്. അപ്പോൾ ഒരു 45 ഡിഗ്രി ആംഗിളിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ താഴെ വീഴും. താഴെ വീണ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തന്നെ എണീക്കാൻ പറ്റത്തില്ല. എനിക്ക് ഒത്തിരി അപകടങ്ങൾ പറ്റിയിട്ടുണ്ട് അങ്ങനെ. ഞാൻ നോർത്ത് ഇന്ത്യയിലായിരുന്ന സമയത്ത് പറ്റിയ ഒരു കാര്യമാണ്. അപ്പോൾ ഒരു പ്രാവശ്യം ഞാനിതുപോലെ ബസ്സിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് ഞാൻ ലാസ്റ്റ് പേഴ്സൺ കാശ്മീരിൽ വെച്ചാണ്. അപ്പോൾ ഞാൻ ഈ ഡ്രൈവറോട് പറഞ്ഞു ഒന്ന് നിർത്തണേ. കാര്യം അവൻ എന്നെ നോക്കിയപ്പോഴത്തേക്ക് അന്ന് ഞാൻ ചെറുപ്പമാണ്, ഇവൻ ഇറങ്ങുന്നതിനെന്തോ ഇത്ര നിർത്താൻ. ഞാൻ അങ്ങോട്ട് ഒരു സ്റ്റെപ്പ് വെക്കുകയും ഇയാൾ വണ്ടി എടുത്തു. എൻ്റെ കാല് താഴെ കിടക്കുക, എനിക്ക് എണീക്കാനോ തിരിയാനൊന്നും പറ്റത്തില്ല. പിന്നെ ഞങ്ങളുടെ കൂടെ മിഷണറി ഉണ്ടായിരുന്നു റെജി എന്നെ വലിച്ചു പൊക്കി മാറ്റിയിട്ടില്ലായിരുന്നു, എൻ്റെ കാലിൽ കൂടെ വണ്ടി കയറിപ്പോയിന്. അപ്പോൾ ഞാനിങ്ങനെ വെറുതെ നടന്നു പോകുമ്പോൾ ചിലപ്പോൾ കാലൊന്ന് തിരിയും. അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാനൊന്ന് കയറി പിടിക്കും. അപ്പോൾ ഞാനും ജോസ് പാസ്റ്ററും കൂടെ അങ്ങോട്ട് പോകുന്ന കൂട്ടത്തിൽ പെട്ടെന്ന് എൻ്റെ കാലം തിരിഞ്ഞ് ഞാൻ ജോസ് പാസ്റ്ററെ കയറി പിടിച്ച് കഴിഞ്ഞ് ജോസ് പാസ്റ്റർ ഒന്ന് ഒലഞ്ഞു നേരെ നിന്നു. ഞാൻ ജോസ് പാസ്റ്റർ പറഞ്ഞു എൻ്റെ പൊന്നു പാസ്റ്റർ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ താഴെ വീണേനെ, താങ്ക്സ് കേട്ടോ എന്ന് പറഞ്ഞാൽ അങ്ങ് പോകും. കാര്യം ജോസ് പാസ്റ്റർക്കും അത്ര വലിയ നഷ്ടമൊന്നും ഉണ്ടായില്ല, അദ്ദേഹത്തോട് ഞാൻ ഒന്ന് കയറി പിടിച്ചെന്നല്ല ഉള്ളൂ. എന്നാൽ അതേസമയം ഈ നമ്മുടെ ഈ ട്രെയിനിൻ്റെ ഒക്കെ ഒരു പ്രശ്നമുണ്ടല്ലോ, ബോഗിയൊക്കെ അനൗൺസ് ചെയ്യുന്നത് ഇങ്ങോട്ട് വരാൻ തുടങ്ങുമ്പം പറയും S7 മുന്നിലാണെന്ന് പറയുന്നത്, ഇച്ചിരി കഴിയുമ്പോൾ പറയും S7 അങ്ങ് പുറകിലാണെന്ന് പറയും. അപ്പം ഞാനിങ്ങനെ പുറകിലാണെന്ന് വെച്ചിരുന്ന കൂട്ടത്തിൽ പെട്ടെന്ന് പറഞ്ഞ് മുന്നിലാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ലഗേജും കൊണ്ട് പെട്ടെന്ന് ഓടുകയാണെന്ന് വെച്ചു. ഓടിപ്പോകുന്ന കൂട്ടത്തിൽ എൻ്റെ കാല്, എനിക്ക് ലഗേജും കൊണ്ടൊക്കെ ഓടാനേ പറ്റില്ല, കാര്യം എൻ്റെ ഈ കാല് എൻ്റെ ലെഗമെൻസിൻ്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട്. അപ്പോൾ അങ്ങനെ ഞാനങ്ങ് ഓടി, കാര്യം ആരും ഇല്ലല്ലോ, ഓടിയല്ലേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഓടിയ കൂട്ടത്തിൽ പെട്ടെന്ന് എൻ്റെ കാല് തെന്നി ഞാൻ നേരെ പ്ലാറ്റ്ഫോമിലോട്ടങ്ങ് വീണെന്ന് വെക്കുക. ട്രെയിൻ വരിക, പെട്ടെന്ന് കണ്ടു നിന്ന ഒരാൾ ചാടി ഇറങ്ങി എന്നെ വലിച്ച് പ്ലാറ്റ്ഫോമിൽ വലിച്ച് ആ റെയിൽവേ ലൈനിൽ നിന്ന് അപ്പുറത്തെ ലൈനിലോട്ട് എന്നെ എടുത്തിട്ടു. പക്ഷേ എടുത്തിട്ട കൂട്ടത്തിൽ
ഇയാൾ കാല് തിന്നി താഴെ വീണിട്ട് ഇയാളുടെ 2 കാലിലും കൂടെ ട്രെയിൻ അങ്ങ് കയറിപ്പോയി എന്ന് ചിന്തിക്കുക. ഞാനെന്താ പറയും? താങ്ക്സ് കേട്ടോ, ഇയാൾ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ മിക്കവാറും ഇതിലടക്കി വിട്ടു പോയേനെ എന്നാണോ പറയുന്നത്? നോ. ജോസ് പാസ്റ്ററോട് ഞാൻ പറഞ്ഞത് താങ്ക്സേ പറഞ്ഞുള്ളൂ. മറ്റേ പുള്ളിയോട് എനിക്ക് താങ്ക്സ് പറഞ്ഞിട്ട് ഞാൻ പോകത്തില്ല. ഞാൻ എൻ്റെ ബാഗ് വല്ലതും എടുത്ത് എറിഞ്ഞ് കളഞ്ഞിട്ട് ഇങ്ങനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി എന്ത് ചെയ്യാൻ പറ്റുമെന്ന്. കാര്യം എൻ്റെ ലൈഫാണ് ഈ മനുഷ്യൻ രക്ഷിച്ചത് എന്ന് തന്നെയല്ല, അതിനുവേണ്ടി എന്ത് ചെയ്തു? അയാളുടെ ലൈഫ് റിസ്ക് ചെയ്ത് അയാൾ എന്നെ രക്ഷിച്ചയാളാണ്. എനിക്ക് അയാളോടുള്ള കടപ്പാട് ജീവിതത്തിൽ ഒരിക്കലും തീരത്തില്ല. ഹൗ മച്ച് ഐ ലവ് ഹിം. കാരണം എന്നെ ഒരു ചെറിയ താഴോട്ടൊന്ന് വീഴുന്നതിനകത്തൊന്നല്ല, പ്രത്യേകത എന്താണ്? എൻ്റെ മരണത്തിൽ നിന്നാണ്. ഇതുപോലെയാണ് യേശുവിനെ യഥാർത്ഥത്തിൽ ഒരാൾ സ്നേഹിക്കണമെങ്കിൽ എത്ര കൊടിയ നരകത്തിൽ നിന്നാണ് അവൻ എന്നെ രക്ഷിച്ചതെന്നുള്ള തിരിച്ചറിവുണ്ടാകുമ്പോഴാണ് ഞാനവനെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ പലപ്പോഴും ഉണ്ടാകുന്ന ഒരു വലിയ പ്രശ്നം, ഇന്ന് മനുഷ്യൻ ഒന്നാമത്തെ കാര്യം പാപത്തെക്കുറിച്ച് പ്രസംഗിക്കത്തില്ല. പാപത്തെക്കുറിച്ച് പ്രസംഗിച്ചാലും മനുഷ്യനൊന്നും പാപബോധമില്ല. പാപബോധം ഉണ്ടെങ്കിൽ തന്നെ ഈ കാലയളവിലെ ഏറ്റവും വലിയ പ്രശ്നം ജനറലൈസ് ചെയ്യുന്നതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ ഒരു പാപിയാണോ? പാപിയാ, ഞാനും പാപിയാ, എല്ലാവരും പാപിയാ. ഇവന് പാപബോധം ഉണ്ടാകുന്നില്ല. പാപബോധം ഉണ്ടാകാത്ത ഒരുത്തിന് ഒരിക്കലും മാനസാന്തരം ഉണ്ടാകത്തില്ല. പാപബോധം ഉണ്ടാകുന്നില്ലെങ്കിൽ അനുതാപം ഉണ്ടാകുകയില്ല, അനുതാപം ഉണ്ടാകുന്നില്ലെങ്കിൽ മാനസാന്തരം ഉണ്ടാകുകയില്ല, മാനസാന്തരം ഉണ്ടാകുന്നില്ലെങ്കിൽ പാപം ഏറ്റുപറയത്തില്ല, പാപം ഏറ്റുപറയുന്നില്ലെങ്കിൽ പാപം ക്ഷമിക്കപ്പെടുകയില്ല. അതുകൊണ്ട് പാപക്ഷമ പ്രാപിക്കാത്ത പലരും സഭയെ കടന്നുകൂടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. പഴയ കാലത്തെ പ്രസംഗങ്ങളൊക്കെ ശരിയായിട്ടുള്ള പാപബോധം ഉണ്ടാക്കുന്ന പ്രസംഗങ്ങളാണ്. സാധു കൊച്ചുകുഞ്ഞ് ഉപദേശി, നിങ്ങൾ ചിലർക്കറിയാം, എൻ്റെ ഗ്രാൻഡ് അങ്കിളാണ്. അപ്പോൾ സാധു കൊച്ചുകുഞ്ഞ് ഉപദേശി ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് വെച്ച് നടത്തിയ ഒരു യോഗത്തെക്കുറിച്ച് ഞാൻ ഒത്തിരി മീറ്റിങ്ങുകളിൽ പ്രസംഗിച്ചിട്ടുണ്ട്. കാര്യം അത് പിന്നെ പറയേണ്ട ഒരു കാര്യമാണ്. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു അച്ചായൻ, കുഞ്ഞുഞ്ഞച്ചായൻ എന്ന് പറഞ്ഞൊരു അച്ചായൻ, എല്ലാവരും സാക്ഷി പറഞ്ഞ കൂട്ടത്തിൽ കുഞ്ഞുഞ്ഞച്ചായനും എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, ഞാനൊരു പാപിയായിരുന്നു, കർത്താവ് എന്നെ രക്ഷിച്ചു എന്ന് പറഞ്ഞെങ്കിരുന്നു. ഇന്നത്തെ ഉപദേശിമാരുടെ കൂട്ടൊന്നുമല്ല. അന്നത്തെ ഉപദേശിമാരൊക്കെ ഭയങ്കര സ്ട്രിക്റ്റാണ്. നിങ്ങൾക്കറിയാം, പലർക്കും പഴയ ആൾക്കാരെയൊക്കെ അറിയാം. കുഞ്ഞുഞ്ഞാൻ അങ്ങോട്ട് ഇരിക്കുകയും ഉപദേശി എണീറ്റില്ല, കുഞ്ഞുഞ്ഞെ എണീറ അവിടെ വിറച്ചോണ്ട് കുഞ്ഞുഞ്ഞ് എണീറ്റ് നിന്നു. നീ എന്തൊക്കെ പാപമാണാ ചെയ്തത് അതൊക്കെ പറഞ്ഞിട്ടിരുന്നാൽ മതിയൊന്നു. ഉടനെ ചെയ്ത പാപം വല്ലതും പറയാൻ പറ്റുമോ? വാഴക്കൊല പൊട്ടിച്ചത് പറഞ്ഞാൽ വാഴക്കൊല തിരിച്ചു കൊടുത്തേ പറ്റൂ. നഷ്ടമുള്ള കേസ് കേട്ടാണ്. പിന്നെ വേറെ പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് കുഞ്ഞുഞ്ചായം പറഞ്ഞു, അത് ഉപദേശി ഞാൻ ഒത്തിരി ബീഡിയൊക്കെ വലിച്ചിട്ടുണ്ട്. അതാകുമ്പോൾ എല്ലാവരും കണ്ടതാണല്ലോ, വലിയ കുഴപ്പമൊന്നുമില്ല, വലിച്ചു പോയില്ലേ, നഷ്ടമൊന്നുമില്ലല്ലോ. ബീഡി വലിച്ചതാണെന്നുള്ള പാപം ഇരടാ അവിടെ എന്ന് പറഞ്ഞു. ബീഡി വലിച്ചത് പാപമല്ലാഞ്ഞിട്ടല്ല, കൊച്ചുകുഞ്ഞ് ഉപദേശിക്ക് മനസ്സിലായി ഇവന് പാപബോധം ഉണ്ടായിട്ടില്ല. അങ്ങനെ പാപബോധം ഉണ്ടാകാതെ ചുളുവിൽ സഭയ്ക്കകത്തോട്ട് കയറണ്ടെന്ന് കൊച്ചുകുഞ്ഞ് ഉപദേശി തീരുമാനിച്ചു. ഇപ്പം എല്ലാം ചുളുവിലാണ് കയറുന്നത്, ഒരു നഷ്ടവും ഇല്ല. കാര്യം എന്താണ്? ചെയ്ത പാപത്തെക്കുറിച്ചുള്ള കൃത്യമായ ബോധ്യം നമുക്ക് ഇല്ല. പ്രിയമുള്ളവരെ, നമ്മുടെ മെസ്സേജസ് മനുഷ്യനിൽ പാപബോധമുളവാക്കുന്നതായിരിക്കണം. പാപത്തെ ഓർത്ത് ജനങ്ങൾ കരയണം, കണ്ണീര് വേണം. നമ്മുടെ പരസ്യ യോഗങ്ങളിലും നമ്മുടെ കൺവെൻഷൻ യോഗങ്ങളിലും, ഇന്ന് കൺവെൻഷനും ഇല്ല, ഒക്കെ കണ്ണീരാണ് വേണ്ടത്. കണ്ണീര്. എന്ത് കണ്ണീര്? പാപബോധത്താലുള്ള കണ്ണീരാണ് വേണ്ടത്. അല്ലാതെ പ്രസംഗിക്കുന്ന പ്രോഫറ്റ് എൻ്റെ മുറിക്കകത്ത് കയറി എൻ്റെ മെഡിക്കൽ റിപ്പോർട്ട് വായിച്ചു അയ്യോ എന്ന് പറഞ്ഞ് കരയുന്നതല്ല. അവിടെ പാപബോധമില്ല, കരച്ചിലില്ല, അനുതാപമില്ല. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. നമ്മുടെ പ്രസംഗങ്ങളെല്ലാം മനുഷ്യരിൽ പാപബോധമുളവാക്കുന്നതായിരിക്കണം. കരയണം. ജോനതൻ എഡ്വേർഡ്സ് ഒരു പ്രസംഗം 5000 സ്റ്റേജിൽ പ്രസംഗിച്ചിട്ടുണ്ട്.
ജീവനുള്ള ദൈവത്തിൻ്റെ കൈകളിൽ വീഴുന്ന ഒരു പാപിയുടെ അവസ്ഥ. എ സിന്നർ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ആൻ ആംഗ്രി ഗോഡ് എന്നാണ് ആ പ്രസംഗത്തിൻ്റെ പേര്. തീഷ്ണതയുള്ള ഒരു ദൈവത്തിൻ്റെ കരങ്ങളിൽ വീഴുന്ന ഒരു പാപിയുടെ അവസ്ഥ എന്ന പ്രസംഗം. ഒരു പ്രസംഗം 5000 സ്റ്റേജിൽ. ഇന്ന് ഒരു പ്രസംഗം 2 പ്രാവശ്യം കേൾക്കാൻ പോലും നമുക്ക് മനസ്സില്ല. 2 പ്രാവശ്യം ഒരേ പ്രസംഗം. ഇയാൾക്ക് ഇതേ ഉള്ളൂ പ്രസംഗിക്കാൻ. ഒരു പാസ്റ്റർ സഭ, ഒരു പുതിയ സഭയിൽ വന്ന സ്റ്റോറി ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ചില ഉദാഹരണമൊക്കെ ഒത്തിരി പിന്നെ പറയും. പക്ഷെ അത് ഈ ഇടയ്ക്ക് കയറി വരുന്നത് കൊണ്ട് പറയുന്നതാണ്, മറ്റൊന്നുമല്ല. പാസ്റ്റർ വന്നു, ആദ്യത്തെ പ്രസംഗം വളരെ നല്ല പ്രസംഗം, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, ഒന്നാം തരം പ്രസംഗമാണ്. പക്ഷേ പ്രശ്നം, പിറ്റേ ഞായറാഴ്ച പിന്നെയും പാസ്റ്റർ അത് തന്നെയാണ് പ്രസംഗിച്ച്. അപ്പോൾ ഇവർ ചിന്തിച്ച് ചിലപ്പോൾ മറന്നുപോയതായിരിക്കും. പക്ഷേ 3-ാമത്തെ ആഴ്ച അത് തന്നെ പ്രസംഗിച്ചപ്പോൾ ഇവരാകപ്പാടെ വല്ലാതായി. എൽഡേഴ്സ് എല്ലാം കൂടെ പാസ്റ്ററെ കണ്ടു. പാസ്റ്ററെ, ഇതിപ്പം 3-ാമത്തെ ആഴ്ചയാണ് ഒരേ പ്രസംഗം പ്രസംഗിക്കുന്നത്. പാസ്റ്ററോട് എനിക്കറിയാം. ആഹാ, അപ്പോൾ അറിഞ്ഞുകൊണ്ടാണോ? അതെ പാസ്റ്ററെ, ഒരു കാര്യം പറയാം, അടുത്ത ആഴ്ച പുതിയ പ്രസംഗം പ്രസംഗിക്കണം കേട്ടോ. എൻ്റെ പാസ്റ്റർ പറഞ്ഞു, ഇല്ലല്ലോ, ഇത് തന്നെയാണ് പ്രസംഗിക്കാൻ പോകുന്നത്. അതെന്താ? ഞാൻ ഈ 3 ആഴ്ചയായിട്ട് നോക്കുകയായിരുന്നു, നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടാകുന്നോന്ന്. ഒരു വ്യത്യാസം ഉണ്ടായില്ല. അതുണ്ടാകുന്നവരെ ഞാൻ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. തമാശയാണെങ്കിലും പുതിയ പ്രസംഗം കേൾക്കാൻ എല്ലാവർക്കും ഭയങ്കര താല്പര്യമാണ്. ജീവിതത്തിന് വ്യത്യാസം ഉണ്ടാകുന്നുണ്ടോ? അനുതാപം ഉണ്ടാകുന്നുണ്ടോ? കരച്ചിലുണ്ടാകുന്നുണ്ടോ? ജോണതൻ എഡ്വേർഡ്സിൻ്റെ പ്രസംഗം കേട്ടിട്ട് അന്നത്തെ ഷാമിയാനകളിലൊക്കെ ഈ തൂണിലൊക്കെ ആളുകൾ കെട്ടിപ്പിടിച്ച് കരയുമായിരുന്നു. 5000 സ്റ്റേജിൽ ഒരേ പ്രസംഗം. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രസംഗങ്ങൾ മനുഷ്യനിൽ പാപബോധമുളവാക്കുന്നതായിരിക്കണം. പാപത്തെക്കുറിച്ച് പ്രസംഗിക്കണം. പ്രവാചകന്മാരെല്ലാം പാപത്തെക്കുറിച്ചാണ് സംസാരിച്ചത്, അനുഗ്രഹത്തെക്കുറിച്ചല്ല. കാർ വാങ്ങിക്കുന്ന കാര്യത്തെക്കുറിച്ചല്ല. അതല്ല പ്രവചനം. പ്രവചനം എന്തിനാണ്? പ്രവചനം എന്ന് പറയുന്നത് വഴിതെറ്റിപ്പോകുന്നവനെ മടക്കി വരുത്താൻ വേണ്ടിയുള്ളതാണ് പ്രവചനം. അല്ലാതെ 2019 3-ാം മാസത്തിൽ നിനക്കൊരു നന്മ ഒരുക്കി വെച്ചിരിക്കുന്നെന്ന് പറയുന്നത് പ്രവചനമല്ല. അങ്ങനെയുള്ളവരെ നിങ്ങളുടെ സഭകളിൽ കയറ്റരുത്. നിങ്ങളുടെ കൺവെൻഷനും കയറ്റരുത്, മീറ്റിങ്ങിനും കയറ്റരുത്. കാര്യം നിങ്ങളാണ് ഇവരെ നശിപ്പിക്കുന്നത്. കാര്യം ഇത് പറയുമ്പം ഇഷ്ടംപോലെ കാശും കൊടുക്കും, എല്ലാ ദിവസവും പ്രോഗ്രാമും ഇല്ലേ. വിളിക്കാതിരുന്ന ഒരു പ്രശ്നവും ഇല്ല, കുറച്ച് കഴിയുമ്പോൾ ഇവർ നന്നായിക്കോളും. ഇതുകൊണ്ട് ആർക്കെന്ത് പ്രയോജനമാണ് ഉണ്ടാകുന്നത്? പാപബോധം മനുഷ്യന് കൊടുക്കുന്ന പ്രസംഗങ്ങളാണ് ആവശ്യം. അങ്ങനെയുള്ള പ്രസംഗങ്ങൾ. അതുകൊണ്ടാണ് ഞാനീ പറഞ്ഞത്, ഈ 2-ാമത്തെ കള്ളൻ, 2 കള്ളന്മാരാണല്ലോ. 2-ാമത്തെ കള്ളൻ സമയത്ത് പാപബോധമുണ്ടായി. പക്ഷെ ഇവനെ സംബന്ധിച്ചിടത്തോളം, ഈ 1-ാമത്തെ കള്ളനെ സംബന്ധിച്ചിടത്തോളം അവന് പാപബോധം ഉണ്ടാകുന്നില്ല. അവനും യേശുവിനെ കണ്ടു, അവനും വായിച്ചതല്ലേ ഇത്, എഴുതി വച്ചിരിക്കുന്നതൊക്കെ അവനും വായിച്ചു, പക്ഷെ അവന് രൂപാന്തരമില്ല. നമ്മുടെ മീറ്റിങ്ങുകളിൽ കടന്നു വരുന്ന ആളുകൾ പാപബോധമുണ്ടാകുന്നുണ്ടോ? ശരിക്കും ദൈവസാന്നിധ്യം നമ്മുടെ സഭകളിലുണ്ടെങ്കിൽ പ്രസംഗിക്കുക പോലും വേണ്ട പാപബോധം ഉണ്ടാകാൻ. അതിൻ്റെ കറക്റ്റായിട്ട് എൻ്റെ അനുഭവം അതാ. ഞാൻ ആദ്യമായിട്ട് ഒരു വിശ്വാസികളുടെ ഒരു മീറ്റിങ്ങിന് ഫസ്റ്റ് ടൈം പോകുമ്പോൾ, ഒരിക്കൽ പോലും ഞാൻ അതിന് മുമ്പ് പോയിട്ടില്ല, ഒരിക്കൽ പോലും. അല്ലെങ്കിൽ ഞങ്ങളുടെ ഗ്രാമത്തിലൊന്നും അങ്ങനെയുള്ള ആളുകളോ ഒന്നുമില്ല. എപ്പിസ്കോപ്പൽ ചർച്ചസ് ഒഴികെ വേറെ ചർച്ചസ് ഒന്നും ഞങ്ങൾക്ക്, ഒരു ബ്രദറൻ സഭ ഉണ്ടായിരുന്നു, പക്ഷേ ഞാനവിടെ പോയിട്ടൊന്നുമില്ല. വേറെ ചർച്ചസ് ഒന്നുമില്ല. എപ്പിസ്കോപ്പൽ ചർച്ചസിൽ തന്നെ ആകെപ്പാടെയുള്ളത് മർത്തോമ പള്ളി, 5 മർത്തോമ പള്ളിയുണ്ട്. ഒരു കത്തോലിക്ക പള്ളിയുണ്ട്, അത് മർത്തോമായി നിന്ന് പോയ റീത്തുകാരുടെ പള്ളിയാണ്. അല്ലാതെ ഓർത്തഡോക്സ് ഇല്ല, CSI ഇല്ല, ഒന്നുമില്ല, ഇപ്പോഴും ഇല്ല. പിന്നെ ഉണ്ടായിരുന്ന ഒരു ബ്രദറൻ ചർച്ചാണ് എം ചെറിയ സാറൊക്കെ ഉണ്ടായിരുന്ന സഭ. പക്ഷെ ഞാൻ ഈ ചർച്ചിൽ ചെന്ന്, കസേരയൊന്നുമില്ലല്ലോ അന്ന്, സഭയൊന്നുമല്ല, അങ്ങനെ ചർച്ചൊന്നും, അവിടെ ഒരു പ്രവർത്തനം തുടങ്ങിയതേ ഉള്ളൂ. പാസ്റ്റർ TC ഈശോയുടെ വീടിൻ്റെ വരാന്തയിൽ ഞാൻ കയറി മുട്ടുമടക്കി താഴോട്ടിരിക്കാൻ തുടങ്ങി. ചുറ്റുപാടൊന്ന് നോക്കിയപ്പോൾ എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ വലിയ ഒരു പ്രവർത്തനം ഉണ്ടായി. എന്താണെന്നറിയാമോ? ഞാൻ മാത്രം ഒരു അശുദ്ധനും ബാക്കിയുള്ളവരെല്ലാം വിശുദ്ധന്മാരുമാണെന്ന് എൻ്റെ മനസ്സിൽ എനിക്ക് അങ്ങ് ചിന്തിക്കാൻ. ഐ തോട്ട് ദാറ്റ് ഐ ആം ദി ഓൺലി സിന്നർ. ഐ ഫെൽറ്റ് ഐ എം എ സിന്നർ.
ഇരിക്കാൻ തുടങ്ങിയ ഞാൻ ഇരിക്കാതെ എഴുന്നേറ്റ് പുറത്തുപോയി പൊട്ടിക്കരയാൻ തുടങ്ങി. പ്രസംഗം കേട്ടില്ല. അതാ സഭ എന്ന് പറയുന്നത്. ഒരു പാപി ഒരു സഭയിൽ കയറി വരുമ്പോൾ അവന് കംഫർട്ടല്ല തോന്നേണ്ടത്. ഒരു പാപി ഒരു സഭയിൽ കയറി വരുമ്പോൾ അവന് ദൈവ സാന്നിധ്യ ബോധമുണ്ടായി അവനൊരു പാപിയാണെന്നുള്ള ബോധമുണ്ടാകണം. ഞാൻ പറഞ്ഞില്ല, ഞാൻ പ്രസംഗം കേൾക്കുന്നതിന് മുമ്പ് ദൈവം എൻ്റെ ഹൃദയത്തെ പാപബോധം കൊണ്ട് നിറച്ചു. ഞാൻ അവിടെ മുമ്പിൽ വെച്ച് കരയാൻ വയ്യാത്തതിന് പുറത്തു പോയി രാത്രി പൊട്ടിക്കരയുക. രാത്രി യോഗമാണ്. എനിക്കൊരു കംഫർട്ടും തോന്നിയില്ല. അവിടെ ഇരിക്കുന്ന എല്ലാ വിശുദ്ധന്മാരും, ഞാൻ ഒരുത്തൻ മാത്രം അശുദ്ധന്. ഇന്നിപ്പോൾ നമ്മുടെയൊക്കെ യോഗത്തിന് വന്നു കഴിഞ്ഞാൽ അവർ ഭയങ്കര കംഫർട്ടബിളാണ്. തോമസ് കുട്ടിയാണോ? തോമസ് കുട്ടി കള്ളം പറയും, ഞാനും കള്ളം പറയും. പിന്നെ ഇപ്പം എന്നാ? ചാക്കോച്ചനും വ്യഭിചരിക്കും, ഞാനും വ്യഭിചരിക്കും. പിന്നെന്നാ? മാത്തുക്കുട്ടി കച്ചവടം നടത്തുന്ന എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ലയോ. ഞാനും ഇച്ചിരി കള്ള കച്ചവടമൊക്കെ ചെയ്യുന്നുണ്ട്. കംഫർട്ടബിളാ. മറിയാമ്മ അല്ലേ ശോശാമ്മ, അവളും ഞാനും എന്തോ വ്യത്യാസം? അവളും ചീത്ത വിളിക്കും, ഞാനും ചീത്ത വിളിക്കും. അവൻ വ്യഭിചരിക്കും, ഞാനും വ്യഭിചരിക്കും. കംഫർട്ടല്ല സഭയിൽ ഉണ്ടാകേണ്ടത്. എന്താ ഉണ്ടാകേണ്ടത്? അനുതാപം, പാപബോധം. ഹല്ലേലൂയ. ഒന്നാമത്തെ കള്ളനെ സംബന്ധിച്ചോളം അവൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അവന് പാപബോധം ഉണ്ടായില്ല. എന്തുകൊണ്ട് പാപബോധം ഉണ്ടായില്ല? അവൻ വന്നു നിൽക്കുന്നത് യേശുവിൻ്റെ സന്നിധിയിൽ. ആ യേശു യഹൂദന്മാരുടെ രാജാവെന്ന് മറ്റേ കള്ളൻ വിശ്വസിച്ചു. പക്ഷേ ആദ്യത്തവൻ അവന് വിശ്വാസമില്ല. അവൻ പറഞ്ഞു, നീ ദൈവപുത്രനെങ്കിൽ ഞങ്ങളെ രക്ഷിക്കും, നീയും രക്ഷിക്കും, നിന്നെ രക്ഷിക്കും, ഞങ്ങളെ രക്ഷിക്കും. അവന് യേശുവിനെക്കുറിച്ച് ബോധ്യമുണ്ടായില്ല, അവനെക്കുറിച്ച് തന്നെ ബോധ്യമുണ്ടായില്ല, പാപബോധമുണ്ടായില്ല. അവനവൻ്റെ പാപത്തിൽ മരിച്ചു. ഹി ഡൈഡ് ഇൻ ഹിസ് സെൻസ്. ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ഓർക്കണം, ഈ 3 ദിവസങ്ങളിലായിട്ട് നമ്മൾ പഠിക്കുന്ന ഗോൽഗൊഥായിലെ 3 ക്രൂശുകൾ. ഗോൽഗൊഥായിലെ 3 ക്രൂശ്. ഈ 3 ക്രൂശും വ്യത്യസ്തമായ അനുഭവമാണ്. ആദ്യത്തെ ക്രൂശിലെ കള്ളൻ അവനവൻ്റെ പാപത്തിൽ മരിച്ചു. യേശു പാപത്തിന് വേണ്ടി മരിച്ചു. 3-ാമത്തെ ക്രൂശിലെ കള്ളൻ, 2-ാമത്തെ കള്ളൻ, 3-ാമത്തെ ക്രൂശിൽ കിടക്കുന്ന ദുഷ്പ്രവൃത്തിക്കാരിൽ 2-ാമത്തവൻ. അവൻ പാപബോധമുണ്ടായി, അനുതാപമുണ്ടായി, യേശുവിനെ സ്വീകരിച്ചു. അവൻ പാപത്തെ ഉപേക്ഷിച്ചു, പാപത്തിനു മരിച്ചു. The first person died in his sins, and Jesus died for sins, for the sins of all the mankind. And the third person, he died to sin. പാപത്തിനു മരിച്ചു. നമ്മുടെ ജീവിതത്തിലും ഈ വ്യത്യസ്തമായ കാര്യങ്ങളെ മനസ്സിലാക്കി ആ ഒരു അനുഭവം നമുക്കും അത് മറ്റുള്ളവർക്ക് പഠിപ്പിക്കുകയും ചെയ്യും. These are the basic things that we see in the Bible. May God bless you.